Hello everyone, welcome. കാണാനും കേൾക്കാനൊക്കെ പറ്റുന്നുണ്ടല്ലോ അല്ലേ? സ്ക്രീൻ വിസിബിൾ ആണല്ലോ, ഓഡിബിൾ ആണല്ലോ ഞാൻ. യാ, അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് വൊക്കാബുലറി ക്ലാസ് വെച്ചിട്ടാട്ടോ. സോ നമുക്ക് ഇന്ന് ഇഡിയംസ് നോക്കും, കുറച്ച് ഇമ്പോർട്ടൻറ്റ് ഇഡിയംസ്. നേരത്തെ ചോദിച്ചിട്ടുള്ളത്, എന്നാൽ കുറച്ച് എന്താ പറയുക, നേരത്തെ യൂസ് ചെയ്തിട്ടുള്ളത്, അങ്ങനത്തെ ഉള്ള ഇഡിയംസ് ഒക്കെ നമുക്കൊന്ന് ശരിക്കും നോക്കാം കേട്ടോ. അതാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. സോ ഇന്നത്തെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ, നമ്മുടെ സെഷൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ, നമ്മൾ നോർമലി നമ്മൾ കാണുന്ന ഇഡിയംസ് ചോദിച്ചിട്ടുള്ള എക്സ്ട്രാ ഇഡിയംസ് അല്ലാതെ, സാധാരണ എപ്പോഴും കാണുന്ന ഇഡിയംസ് അല്ലാതെ കുറച്ച് ഇഡിയംസ് ഞാൻ എക്സ്ട്രാ ആഡ് ചെയ്തിട്ടുണ്ട്. അത് പണ്ടത്തെ അല്ല, കുറച്ച് മുമ്പത്തെയുള്ള SSC എക്സാംസിന് ഒക്കെ ചോദിച്ചിട്ടുള്ളതാണ്. നമുക്കൊരു ഡിഗ്രി ലെവൽ എക്സാം ആകുമ്പോൾ നമ്മൾ എന്തായാലും എന്ത് ചെയ്യണം, കുറച്ചുകൂടെ നമുക്ക് അപ്ഡേറ്റഡ് ആയിട്ട് നമ്മളതിനെ കാണാം അല്ലേ? കുറച്ചുകൂടെ അപ്ഡേറ്റഡ് ലെവലിൽ നല്ല എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് നമ്മൾ പഠിക്കുമ്പോഴൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ഒരു ലെവലിലാണ് നമ്മൾ ഇന്നത്തെ ക്വസ്റ്റ്യൻസ് ആൻഡ് കുറച്ച് ഇഡിയംസ് ഒക്കെ നമ്മൾ സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും വെൽക്കം വൺസ് അഗൈൻ. നമുക്ക് തുടങ്ങാം. ഓക്കെ, ഇപ്പോൾ സൗണ്ട് ഒന്ന് കേൾക്കാമോ? എന്തെങ്കിലും ടെക്നിക്കൽ ഇഷ്യൂ ഉണ്ടോ? ഞാൻ നോക്കി എല്ലാവർക്കും സൗണ്ട് കുറവാണോ? സൗണ്ട് കുറവാണോ ഇപ്പം? ഒരു സെക്കൻഡേ, സൗണ്ട് കുറവാണോ? എന്തെങ്കിലും ടെക്നിക്കൽ ഇഷ്യൂ ഉണ്ടോ? ഒന്നുകൂടെ ഒന്ന് പറയാമോ? ഞാൻ ഒന്ന് നോക്കട്ടെ. കേൾക്കാൻ പറ്റുന്നില്ലേ എന്ന് ഞാൻ നോക്കട്ടെ. അതുകൊണ്ടാണ്. റെക്കോർഡിംഗ് അവൈലബിൾ ആണോ എന്ന് ഞാൻ നോക്കട്ടെ. ക്ലിയർ ആണ്? കേൾക്കാം? ഓക്കെ, കേൾക്കാം. എനിക്ക് റെക്കോർഡിംഗ് തിരിച്ച് കേൾക്കാം. ഇങ്ങോട്ട് ഞാൻ ശ്രദ്ധിച്ച് നോക്കി, കേൾക്കാം. അപ്പോൾ എനിക്ക് തോന്നുന്നു എന്തെങ്കിലും ചെറിയ അവിടെ എന്തെങ്കിലും ആയിരിക്കും. ഒന്ന് ഡിവൈസിൻ്റെ മുകളിലേക്ക് ഒന്ന് കൂട്ടി വെക്കണേ. സോ ലെറ്റ് സ്റ്റാർട്ട്. അപ്പോൾ ഇഡിയം പറഞ്ഞ പോലെ നമുക്ക് തുടങ്ങാം. ലെറ്റ് സ്റ്റാർട്ട് വിത്ത് ഫസ്റ്റ് ഇഡിയം. നമ്മുടെ ഫസ്റ്റ് സെറ്റ് ഓഫ് ഇഡിയം നോക്കാം. കേട്ട് പരിചയം ഉണ്ടാവായിരിക്കും. ഇല്ലെങ്കിൽ നമ്മൾ ഈ ഇഡിയംസിൻ്റെ ഒരു പ്രത്യേകത വെച്ചാൽ, നമ്മൾ ഈ പറയുന്ന വൊക്കാബുലറി നമ്മൾ എഡിറ്റോറിയലും അങ്ങനെയുള്ള ന്യൂസ് പേപ്പറിലൊക്കെ വരുന്ന വൊക്കാബുലറി ഇല്ലേ, അതെല്ലാം കൂടെ കണക്ട് ചെയ്ത വൊക്കാബുലറി ഒരുപാട് ചോദിക്കാറുണ്ട്. കഴിഞ്ഞ PSCൻ്റെ ഡിഗ്രി ലെവൽ എക്സാമുകൾക്ക് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ ലെവലിലൊന്ന് പ്രിപ്പയർ ആവണം. നമ്മൾ കുറച്ചുകൂടെ അപ്ഡേറ്റഡ് ആയിട്ട് വേണം പ്രിപ്പയർ ആകാൻ വേണ്ടിയിട്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ചില ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ് ആയിട്ടും വരാം. അപ്പോൾ അത് SSC ലെവലൊക്കെ അങ്ങനത്തെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് കുറച്ച് സ്റ്റാൻഡേർഡ് കൂടി. കാരണം ഡിഗ്രി ലെവൽ ഓഫ് എക്സാംസിന് അങ്ങനെ ചോദിക്കാറുണ്ട്. SSCയുടെ CGL എക്സാമുകൾക്കൊക്കെ അങ്ങനെ ക്വസ്റ്റ്യൻസ് വരുന്ന റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻസും ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. സോ ലെറ്റ് സ്റ്റാർട്ട് വിത്ത് ദ ഫസ്റ്റ് വൺ, ദാറ്റ് ഇസ് ബി ബെറ്റർ ഓഫ്. ബി ബെറ്റർ ഓഫ്, അതായത് ഫോർ എക്സാമ്പിൾ നമ്മൾ അതിൻ്റെ ഒരു സെൻറ്റൻസ് പറയാൻ നമുക്ക് എന്ത് പറയും? ഹീസ് ബെറ്റർ ഓഫ് അറ്റ് ഹിസ് വർക്ക് എന്ന് പറയും. അവൻ്റെ വർക്കിൽ ഇപ്പോൾ ബെറ്റർ ഓഫ് ആണ്. ബെറ്റർ ഓഫ് മീൻസ് വാട്ട്? കുറച്ചുകൂടെ ബെറ്റർ ഓഫ് ആണ് എന്ന് പറഞ്ഞാൽ ദാറ്റ് മീൻസ് ബി ഇൻ എൻ എക്കണോമിക്കലി സൗണ്ട് സിറ്റുവേഷൻ. നമ്മൾ പറയില്ലേ, നേരത്തെക്കാലം ഇപ്പോൾ ഒരു നല്ലൊരു ഹീസ് ബെറ്റർ ഓഫ് after his marriage or after his wedding or he's better off after his promotion എന്നൊക്കെ പറഞ്ഞാൽ പ്രൊമോഷന് ശേഷം പുള്ളിക്കാരൻ കുറച്ചൊരു എക്കണോമിക്കലി സൗണ്ട് സിറ്റുവേഷനിലാണ് എന്ന അവസ്ഥ. സോ ദാറ്റ് ഇസ് ബി ബെറ്റർ ഓഫ്. അപ്പോൾ ആ ബിയുടെ സ്ഥാനത്ത് നമുക്ക് ഏതൊക്കെ വരാം? ബി ഒരു ഓൾറെഡി ശ്രദ്ധിച്ചോണം, ബി എന്ന് പറയുന്ന വേർബിൻ്റെ ബേസിക് ഫോമാണ്. അപ്പോൾ ബിയുടെ സ്ഥാനത്ത് നമുക്ക് ഈസ് വരാം, ആം വരാം, വാസ് വരാം, വെയർ വരാം അല്ലേ? ഏത് വേണമെങ്കിലും ബിയുടെ ഫോമിലേഷൻ വരാം. ആ ഒരു ഐഡിയ നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണേ. സോ ബി ബെറ്റർ ഓഫ് എന്ന് പറയുമ്പോൾ ഹീ ഈസ് ബെറ്റർ ഓഫ്, ഹീ വാസ് ബെറ്റർ ഓഫ്, അല്ലെങ്കിൽ ദേ ആർ ബെറ്റർ ഓഫ്, ദേ വർ ബെറ്റർ ഓഫ്, അങ്ങനെ വരാം. ഓർത്ത് വെച്ചോണം. സോ ദാറ്റ് ഇസ് ബി ബെറ്റർ ഓഫ്. അടുത്ത ഇത് നമ്മൾ എപ്പോഴും PSCക്കും SSCക്കും ഒക്കെ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള വേറൊരു ഇഡിയമാണ് ഈറ്റ് ഹംബിൾ പൈ. ഈറ്റ് ഹംബിൾ പൈ. ഈറ്റ് ഹംബിൾ പൈ എന്ന് പറഞ്ഞാൽ അപ്പോളജൈസ് ഓർ അഡ്മിറ്റ് ദാറ്റ് യു ആർ റോങ്. നമ്മൾ അപ്പോളജൈസ് ചെയ്യുന്നപ്പോഴാണ് നമ്മൾ ചെയ്ത തെറ്റാ നമുക്ക് തോന്നുന്ന സമയത്ത്. സോ അപ്പോളജൈസ്, സോറി പറയുക, അതാണ് ഈറ്റ് ഹംബിൾ പൈ എന്ന് പറയുന്നത്. വളരെ കോമൺ ആയിട്ട് വരുന്ന ഒരുപാട് വട്ടം ചോദിച്ചിട്ടുള്ള ഒരു ഇഡിയമാണ് ഈറ്റ് ഹംബിൾ പൈ. ദാറ്റ് മീൻസ് അപ്പോളജൈസ്, സേ സോറി ടു സമ്മൺ അല്ലേ? അതിനാണ് നമ്മൾ എന്താ പറയുക, അപ്പോളജൈസ് ചെയ്യുക. അപ്പോൾ ഓപ്ഷനിൽ ചിലപ്പോൾ അപ്പോളജൈസ് ചെയ്യുന്ന വരും, ചിലപ്പോൾ സേ സോറി ടു സമ്മൺ വരാം, അല്ലെങ്കിൽ അഡ്മിറ്റ് ദാറ്റ് യു ആർ റോങ്, അല്ലെ തെറ്റ് ചെയ്തു എന്ന് നമ്മൾ അല്ലേ കുറ്റസമ്മതം നടത്താന്നൊക്കെ പറയുന്നത്. ആ ഒരു ലെവലിനാണ് നമ്മൾ എന്താ പറയുക ഈറ്റ് ഹംബിൾ പൈ. മറക്കണ്ട കേട്ടോ. സോ ദാറ്റ് ഈസ് ഈറ്റ് ഹംബിൾ പൈ. ഓക്കെ, ഇനി അടുത്ത് നോക്കിയേ, ബി ഇൻ ദ ലൈൻ ഓഫ് സംതിങ്. ബി ഇൻ ദ ലൈൻ ഓഫ് സംതിങ്. ഞാൻ ഒരു ഇത് പറഞ്ഞുതരാം. നമ്മൾ ഇഡിയം പറയുമ്പോൾ അതുപോലെ ചേർന്ന് വേറൊരു ഇഡിയം കൊണ്ടോ. ബി ഇൻ ലൈൻ ഫോർ സംതിങ്ങും അതുപോലെ തന്നെ ഇൻ ലൈൻ വിത്ത് സംതിങ് രണ്ടാണ്. ഇൻ ലൈൻ വിത്ത് സംതിങ് ഞാനത് കാണിച്ചു തരാം. എക്സാമ്പിൾ ഇവിടെ കാണിച്ചു തരാമേ. ഷോ യു ദാറ്റ്.
ഒന്ന് രണ്ട് ഇഡിയംസ് നിങ്ങളൊന്ന് പരിചയപ്പെട്ടിക്കോട്ടെ എന്നിട്ട്. ഓക്കെ, ഗിവ് മീ എ സെക്കൻഡ്. ഓക്കെ, ഓക്കെ. ബി ഇൻ ലൈൻ ഫോർ സംതിങ് എന്ന് പറഞ്ഞാൽ ലൈക്ലി ടു റിസീവ് സംതിങ്. എന്നാൽ ലൈക്ലി എന്ന് പറഞ്ഞാൽ പോസിബിൾ, എന്തെങ്കിലും ഒരു കാര്യം കിട്ടാൻ വേണ്ടിയിട്ട്, നമ്മൾ സ്വീകരിക്കാൻ വേണ്ടിയിട്ട്, ടു ഗെറ്റ് സംതിങ്, ഒരു കാര്യം സ്വീകരിക്കാൻ വേണ്ടിയിട്ട്, ഗെറ്റ് സംതിങ് ഓർ റിസീവ് സംതിങ്. റിസീവ് എന്ന് പറഞ്ഞാൽ ഗെറ്റ്, ഡിഡ് യു ഗെറ്റ് ഇറ്റ്, ഡിഡ് യു റിസീവ് ദി ഇമെയിൽ എന്ന് പറയുമ്പോൾ അത് ഫോർമൽ വേർഡാണേ ഉള്ളൂ കേട്ടോ. റിസീവും ഗെറ്റും തമ്മിൽ വ്യത്യാസം ഒന്നുമില്ല. ഇത് ഫോർമൽ വേർഡാണ് റിസീവ്. ആക്ച്വലി അതിൻ്റെ മീനിങ് ഗെറ്റാണ്. സിമിലർലി എന്താണ് നമ്മൾ സാധാരണ കാഷ്വൽ ഇതിൽ ഗെറ്റ് എന്ന് പറയുന്നത് അതിൻ്റെ അതേ സാധനമാണ് കേട്ടോ റിസീവ്. പിന്നെ ലൈക്ലി മീൻസ് പോസിബിൾ, സാധ്യതയുണ്ട്, ചാൻസ് ഉണ്ട്, ദാറ്റ് ഈസ് പോസിബിൾ, പ്രോബബിൾ, അങ്ങനെയൊക്കെ വാക്ക്. ദാറ്റ് ഈസ് ലൈക്ലി കേട്ടോ, ചാൻസ് ഉണ്ടെന്ന് മാത്രമാണ് അർത്ഥം. ഇനി ഞാൻ പറഞ്ഞ മറ്റേ ഇഡിയം ഏതാന്നു, ബി ഇൻ ലൈൻ വിത്ത് ഓർ ഇൻ ലൈൻ വിത്ത്, അങ്ങനെ തന്നെ പറയാം. ഇൻ ലൈൻ വിത്ത്, അല്ലെങ്കിൽ അതേ മീനിങ് വരുന്ന വേറൊന്നും പറയാം, ഇൻ അക്കോർഡൻസ് വിത്ത്. ഇൻ ലൈൻ വിത്ത് സംതിങ്, ഇൻ അക്കോർഡൻസ് വിത്ത് സംതിങ് എന്ന് പറഞ്ഞാൽ ഒരു കാര്യത്തോട് ചേർന്ന് നിന്ന് പോവുക എന്നുള്ളതാണ്. മീൻസ് ഒരു കാര്യത്തോട് പാരലായിട്ട് അതിനോട് ചേർന്ന് നിന്ന് പോവുക. ദാറ്റ്സ് ഇറ്റ്. ഇൻ ലൈൻ വിത്ത് സംതിങ് മീൻസ് അതിനോട് ചേർന്ന് നിന്ന് പോവുക. ഇൻ ലൈൻ വിത്ത് ദ ആർഗ്യുമെന്റ് യു പ്രൊഡ്യൂസ്, നീ പറഞ്ഞ ആർഗ്യുമെന്റിനോട് ചേർന്ന് നിന്ന്, ഐ മീൻ ഐ എം ആഡിങ് സംതിങ് ടു ഇറ്റ്, അല്ലേ, അതിൻ്റെ കൂടെ ചേർത്ത് ഇങ്ങനെ പോവാം. ഇൻ അഡീഷൻ ടു സംതിങ്, അതിൻ്റെ അർത്ഥമാണ് ഇൻ ലൈൻ വിത്ത് എന്ന് പറഞ്ഞാൽ. ഇൻ ലൈൻ വിത്ത് എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് വേറെ മീനിങ് ഒന്നുമില്ല. ഇൻ ലൈൻ വിത്ത് എന്ന് പറഞ്ഞാൽ അതിനോട് ചേർന്ന് നിന്നു, ഒരു കാര്യത്തോട് അലൈൻമെന്റിൽ പോകുന്നു, ഒരു കാര്യത്തോട് ചേർന്ന് നിന്ന് പോകുന്നു. ദാറ്റ്സ് ഇറ്റ്. ദാറ്റ് ഈസ് ഡിഫറെൻറ്റ്. പക്ഷെ അതേ സമയത്ത് ഇൻ ലൈൻ ഫോർ സംതിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോസിബിൾ ടു ഗെറ്റ് സംതിങ്, ലൈക്ലി ടു റിസീവ് സംതിങ്, എന്തെങ്കിലും ഒരു കാര്യം സ്വീകരിക്കാൻ ചാൻസ് ഉണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ അർത്ഥം. ഹി വിൽ ബി ഇൻ ലൈൻ ഫോർ യുവർ എന്താ പറയുക മണി, അവൻ മിക്കവാറും നിന്റെ പൈസ മേടിക്കാൻ ചാൻസ് ഉണ്ട് എന്ന് പറയില്ലേ, ആ സാധനം. ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, ക്ലാരിറ്റി കിട്ടിയാലോ? ഡൗട്ട് എന്തെങ്കിലും ഉണ്ട് ചോദിക്കുക കേട്ടോ. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ട് ചോദിക്കുക. ഈ ഒരു ഐഡിയ നിങ്ങൾക്ക് ക്ലിയർ ആയോ? സോ ഒരു സെന്റൻസിൽ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ഇഡിയം എപ്പോഴും അപ്ലിക്കേഷൻ ലെവലിൽ പഠിച്ചു പോവാം. കാര്യം അത് നിങ്ങൾ അപ്ലൈ ചെയ്ത് പോകുമ്പോൾ നിങ്ങൾക്ക് അതിന് മീനിങ് ക്ലിയർ ആണോ നോക്കുക. കാരണം എക്സാമിന് പലപ്പോഴും അപ്ലിക്കേഷൻ ലെവൽ ഓഫ് ക്വസ്റ്റൻസും ചോദിക്കാറുണ്ട് അല്ലേ. നേരിട്ടൊരു ഇഡിയം എന്ന് പറഞ്ഞാൽ അതിന് മീനിങ് മാത്രം ചോദിക്കാനല്ല നമ്മളോട് പറയാം. ചിലപ്പോൾ ഒരു സെന്റൻസ് തന്നിട്ട് ഫിൽ ഇൻ ദ ബ്ലാങ്ക് ആയിട്ട് ചോദിക്കാം, അല്ലെങ്കിൽ നമ്മളോട് എന്ത് ചോദിക്കാം, ഒരു സെന്റൻസിൽ അത് അപ്ലൈ ചെയ്തിട്ട് അതിന്റെ മീനിങ് കണ്ടുപിടിക്കാൻ ചോദിക്കാം. ഇനി അതും അല്ലെങ്കിൽ മീനിങ് വന്നിട്ട് ഇതിന്റെ മീനിങ് വരുന്ന ഇഡിയം ഏതാന്ന് പറയാമോ എന്നും ചോദിക്കാം. സോ ഏതാണെങ്കിലും നമ്മളെ കൊണ്ട് പറയാൻ പറ്റണം. സോ ഐഡിയ കിട്ടുന്നുണ്ടല്ലോ, ക്ലിയർ ആണല്ലോ? എനി ഡൗട്ട്സ്, എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ ഇവിടെ നിങ്ങൾക്ക്? ഈ ഒരു കാര്യത്തിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ പറയണേ. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സ്? അപ്പോൾ ഇൻ ലൈൻ വിത്ത്, ഇൻ അക്കോർഡൻസ് വിത്ത് അർത്ഥം അക്കോർഡിംഗ് ടു, അതിനോട് ചേർന്ന് നിന്ന് പോകുന്നു. അക്കോർഡിംഗ് ടു നടത്താം കേട്ടോ. മീനിങ് വരുമ്പോൾ അക്കോർഡിംഗ് ടു ദിസ്, അക്കോർഡിംഗ് ടു യുവർ കമന്റ്, നീ പറഞ്ഞ കമന്റിനെ മുഖവരക്കെടുത്തുകൊണ്ട് എന്നൊക്കെ പറഞ്ഞാൽ ഒരർത്ഥമില്ല ആ സാധനം. അക്കോർഡിംഗ് ടു, ഇൻ അക്കോർഡൻസ് വിത്ത്, ഇൻ ലൈൻ വിത്ത്, അക്കോർഡിംഗ് ടു എല്ലാം ഒരേ മീനിങ് ആണ്. ഒരു കാര്യത്തോട് ചേർന്ന് നിന്ന് പോകുന്ന എന്നാണ് എൻ്റെ മീനിങ് വരുന്നത്. ഓർത്ത് വെച്ചോളാം, മറക്കണ്ട. നെക്സ്റ്റ് വൺ, സീൽ ദ ഡീൽ. എന്താണ് സീൽ ദ ഡീൽ? സീൽ ദ ഡീൽ മീൻസ് ഒരു ഡീൽ നമ്മൾ സീൽ ചെയ്യുക. സീൽ ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ ഓർക്കുക, നമ്മളൊരു കാര്യം സീൽ ചെയ്യുമ്പോൾ ഒരു ഒഫീഷ്യൽ കാര്യമാണത് അല്ലേ. വെൻ യു സീൽ എ ഡോക്യുമെന്റ് ഓർ വെൻ യു സീൽ എ ലെറ്റർ, അതിൻ്റെ അർത്ഥം അത് ഒഫീഷ്യലാണ്. ഒരാൾ മാത്രം തുറക്കാൻ പറ്റും അല്ലേ. ഒരാൾക്ക് നമ്മൾ ലെറ്റർ എഴുതുമ്പോൾ ഭയങ്കര നമ്മൾ പറയും ഇറ്റ്സ് കോൺഫിഡൻഷ്യൽ അല്ലേ. അല്ല, ലെറ്റർ അല്ലെങ്കിൽ ഒരു ഒഫീഷ്യൽ ആയിട്ടുള്ള ഡോക്യുമെന്റ് ഒക്കെ നമ്മൾ പറയുന്നത് ഇറ്റ്സ് കോൺഫിഡൻഷ്യൽ ആണ്. അത് ഒരാൾക്ക് പ്രൈവറ്റ് ആയിട്ടുള്ള ഒരാളുടെ പ്രൈവറ്റ് ഇഷ്യൂ ആണ്. യു കെ നോട്ട് അല്ലെ, എല്ലാവർക്കും അത് പബ്ലിക്കായിട്ട് എടുക്കാൻ പറ്റില്ല. ഇറ്റ്സ് ഒഫീഷ്യൽ ആണ്. സോ വെൻ യു സീൽ സംതിങ്, എന്തൊരു കാര്യം സീൽ വെക്കുക, നമ്മളറിയാമല്ലേ, ഒരു ബിൽഡിങ്ങിന് സീൽ വെക്കുക അല്ലെ എന്തെങ്കിലും കാര്യത്തിൽ സീൽ വെക്കുക മീൻസ് സംതിങ് ഈസ് ഗോയിങ് ടു ഹാപ്പൻ ഒഫീഷ്യലി. അതാണ്. അപ്പോൾ സീൽ ദ ഡീൽ മീൻസ് മേക്ക് എൻ അഗ്രിമെന്റ് ഒഫീഷ്യൽ. കാരണം ഡീൽ ഇസ് എഗ്രിമെന്റ്. ഡീൽ എന്ന് പറഞ്ഞതിന് അർത്ഥം
ആ ഡീൽ എന്തായി അല്ലെ? ഡീൽ ഇസ് അഗ്രിമെന്റ് അല്ലെ? ഡീൽ എന്ന് പറഞ്ഞതിന് അർത്ഥം അഗ്രിമെന്റ് അല്ലെങ്കിൽ പാക്ട് അല്ലെ ട്രീറ്റി ആണല്ലേ? ഒരു പാക്ട് ആണ്, ഒരു അഗ്രിമെന്റ് ആണ്, ഒരു ട്രീറ്റി ആണ്. ദാറ്റ് ഇസ് ഡീൽ. അപ്പൊ സീൽ ദ ഡീൽ മീൻസ് മേക്ക് ആൻ അഗ്രിമെന്റ്. ആ അഗ്രിമെന്റിനെ നമ്മൾ ഒഫീഷ്യൽ ആക്കുക. ഒരു കാര്യം സീൽ ചെയ്യുമ്പോൾ യു മേക്ക് ഇറ്റ് ഒഫീഷ്യൽ. സീൽ ദ ഡീൽ മീൻസ് ആ ഡീലിനെ ഒഫീഷ്യൽ ആക്കുക. ആ ഡീൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദാറ്റ്സ് ആൻ അഗ്രിമെന്റ്. ആ അഗ്രിമെന്റിനെ, ആ ട്രീറ്റിനെ അല്ലെങ്കിൽ ആ പാക്റ്റിനെ കേട്ടോ, അഗ്രിമെന്റ്, ട്രീറ്റി, പാക്ട് എല്ലാം ഒരേ സാധനമാണേ. ഓർത്ത് വെച്ചോ. മേക്ക് എൻ അഗ്രിമെന്റ്, മേക്ക് എ പ്രപ്പോസൽ, മേക്ക് എ ട്രീറ്റി ഒഫീഷ്യൽ. ദാറ്റ്സ് ഇറ്റ്. ഓക്കെ. ഇപ്പൊ നമ്മൾ പറയില്ലേ, രണ്ടാം റൗണ്ട് ചർച്ച, ഇന്ന രാജ്യങ്ങളുമായിട്ട് രണ്ടാം റൗണ്ട് ചർച്ചയിൽ ഇന്ത്യ ഏർപ്പെട്ടു, അല്ലെങ്കിൽ ഇന്ന കമ്പനി ഇന്നവരുമായിട്ട് മൂന്നാമത്തെ റൗണ്ട് ചർച്ചയിൽ ഏർപ്പെട്ടു. ഉക്രൈൻ റഷ്യ പ്രശ്നമൊക്കെ വരുമ്പോൾ ഉക്രൈൻ റഷ്യ തമ്മിൽ നെഗോസിയേഷൻ വരാതെ അങ്ങനെ നാറ്റോവും ഇവരും തമ്മിൽ ചർച്ചയിൽ ഏർപ്പെട്ടു. അങ്ങനെയൊക്കെ പല കാര്യങ്ങളും കേട്ടില്ലേ? സോ ആ ഒരു ഇതെന്തിനു വേണ്ടിയിട്ടാണ്? നമ്മൾ അതൊക്കെ എന്താ? അഗ്രിമെന്റ് ആണ്, അല്ലെ ട്രീറ്റി ആണ്, പാക്ട് ആണ്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡീലുകളാണ്. അങ്ങനെയുള്ള ഡീലുകളൊക്കെ നമ്മൾ ഒഫീഷ്യൽ ആക്കാൻ വേണ്ടി we say that seal the deal. That's all. കേട്ടോ? അപ്പൊ അത് ഊട്ടി ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഊട്ടി ഉറപ്പിക്കുന്നതിനാണ് സീൽ ചെയ്യുക എന്ന് പറയാം. സോ സീൽ ചെയ്യുക ഈസ് ഒഫീഷ്യൽ ആക്കുക എന്നുള്ളതാണ് അല്ലേ? ദാറ്റ്സ് ഓൾ. അടുത്ത നോക്കിയേ, ഷട്ട് ദ ഡോർ ഓൺ സംതിങ്. ഷട്ട് ദ ഡോർ ഓൺ സംതിങ്. നമ്മൾ ഒരാൾക്ക് വാതിലടയ്ക്കുമ്പോൾ, കൊട്ടി അടയ്ക്കുമ്പോൾ എന്താ, വാട്ട് ഈസ് ഹാപ്പനിങ്? നമുക്ക് അവിടെ ഒരു പോസിബിലിറ്റി മിസ്സാവുകയാണ് അല്ലേ? ഇറ്റ്സ് റിയലി ഇമ്പോസിബിൾ ഫോർ സംതിങ് ടു ഹാപ്പൻ. ഒരു കാര്യം നടക്കില്ല. എടാ എൻ്റെ എല്ലാ വാതിലുകളും അടയപ്പെടും. നമ്മൾ മലയാളത്തിൽ പറയാറുണ്ടല്ലേ, സെയിം ഇഡിയം. ഷട്ട് ദ ഡോർ ഓൺ സമ്മൺ മീൻസ് മേക്ക് ഇറ്റ് ഇമ്പോസിബിൾ ഫോർ സംതിങ് ടു ഹാപ്പൻ. നമ്മളൊരു കാര്യം ഷട്ട് ചെയ്യുമ്പോൾ, ഡോറ് അല്ലെ, നമ്മൾ പറയല്ലേ മഹാലക്ഷ്മി കയറി വരുമ്പോൾ കഥ കടച്ചു കളയില്ല എന്നൊക്കെ, അങ്ങനെ ഒരു ഇത് മലയാളികൾ പറയും അല്ലെ? സെയിം സാധനമാണ്. നമ്മളൊരു കാര്യം സംഭവിക്കാൻ അനുവദിക്കാതിരിക്കുക. ദാറ്റ് മീൻസ് യു മേക്ക് സംതിങ് impossible to happen. That means നമ്മൾ എന്ത് ചെയ്യാണ്? ഒരു കാര്യത്തിനെ ഹാപ്പൻ ചെയ്യാൻ സമ്മതിക്കാതിരിക്കുന്നതിനെയാണ് shut the door. That means you make it impossible. That means we or you make it impossible. നീ അത് അസംഭവ്യമാക്കാണ്, സംഭവിക്കാൻ ചാൻസ് കൊടുക്കാതിരിക്കുകയാണ് for anything to happen. That's it. അതിനെയാണ് shut the door on something എന്ന് പറയാം. ഓർ ഷട്ട് ദ ഡോർ ഓൺ സംതിങ്. സംതിങ് ആണ് STH, സംതിങ് ഷോർട്ട് ഫോം ആണ് കേട്ടോ. STH എപ്പോഴും ഓർത്ത് വെച്ചോണം. അങ്ങനെ ഡൗട്ട് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഐ ടെൽ യു ദിസ് ഇസ് സംതിങ് മീൻസ് STH മീൻസ് സംതിങ്. നോർമലി നിങ്ങൾ ഇഡിയം ഒക്കെ നോക്കുമ്പോൾ ബുക്സ് ഒക്കെ റെഫർ ചെയ്യുമ്പോൾ കണ്ടിട്ടുണ്ടാവുമായിരിക്കും STH എന്ന് കൊടുത്തിട്ടുണ്ടാവും. അത്രേ ഉള്ളൂ, സംതിങ് ആണ്. പിന്നെ SB എന്ന് കൊടുത്തിട്ടുണ്ടാവും. SB എന്ന് പറഞ്ഞാൽ എന്താ പറയുക? സംബഡി. അപ്പോൾ ഇത് രണ്ടും ഓർത്ത് വെച്ചോണം. റെഫർ ഒക്കെ ചെയ്യുമ്പോൾ എന്നാ സാധനം എന്നുള്ളത് ഡൗട്ട് അടിക്കണ്ട. ഓക്കെ, സോ ദാറ്റ് ഈസ് ക്ലിയർ. ഐ ഗസ് ക്ലിയർ ആണല്ലോ. നമുക്ക് അടുത്തോട്ട് പോകാം. നെക്സ്റ്റ് വൺ, ദാറ്റ് ഈസ് question. Okay, his popularity is on the wane after his remark on religion. അവന്റെ പോപ്പുലാരിറ്റി, അവന്റെ പ്രശസ്തി is on the wane after his remark. അവന്റെ ഒരു പ്രസ്താവന, റിമാർക്ക് സജഷൻ, ഒരു പ്രസ്താവന on religion. റിലിജനെ പറ്റി ഒരു റിമാർക്ക് പറഞ്ഞതിന് ശേഷം അവന്റെ പോപ്പുലാരിറ്റി is on the wane. What is on the wane means? On the wane, on the heights, stand still, verge of eruption, പൊട്ടാൻ വേണ്ടി നിൽക്കുക അല്ലെ? verge of eruption means അല്ലെ, കയ്യാലപ്പുറത്തിരിക്കുകയാണ്, പൊട്ടാൻ വേണ്ടി ഇരിക്കുകയാണ് അല്ലെ? It's about to happen, about to explode അങ്ങനെ അർത്ഥം. And gradually declining. എന്താണ് on the wane? ശരിക്കും വെയിൻ എന്ന് പറയുന്നത് നൗൺ ഉണ്ട്, വെയിൻ എന്ന് പറയുന്നത് വേർബ് ഉണ്ട്. വാട്ട് ഈസ് ഓൺ ദ വെയിൻ? എന്താണ് ഓൺ ദ വെയിൻ? ഒന്ന് ഇത് നോക്കിയേ, ഐ മീൻ ഒന്ന് ഇത് ചെയ്ത് നോക്കിയേ, ഗസ് ചെയ്തേ, മീനിങ് ഒന്ന് ഗസ് ചെയ്യും. ആണ് ഗ്രാജുവലി ഡിക്ലൈനിങ്. ഇവിടെ ആൻസർ പറഞ്ഞേക്കുന്നത് സിമി പറഞ്ഞേക്കുന്നത് ഗ്രാജുവലി ഡിക്ലൈനിങ്. എന്താ ഗ്രാജുവലി ഡിക്ലൈനിങ് എന്ന് പറഞ്ഞാൽ? പയ്യെ നശിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന, ഡിക്ലൈനിങ്, ഡിക്രീസിങ്, ഡിമിനിഷിങ് അങ്ങനെയൊക്കെ. അപ്പൊ വെയിൻ എന്ന വാക്കിന്റെ അർത്ഥം ശ്രദ്ധിച്ചോണേ. വെയിൻ എന്ന് പറയുന്ന വേർബിന് ഒരു അർത്ഥമുണ്ട്. ദാറ്റ് മീൻസ് ഡിമിനിഷ് ചെയ്യുക, ലെസൺ ചെയ്യുക, റെഡ്യൂസ് ചെയ്യപ്പെടുക, ഡ്രോപ്പ് ചെയ്യുക, കുറയുക അല്ലെ? ഒരു കാര്യം കുറഞ്ഞു പോകുക, ഡ്രോപ്പ് ചെയ്യാണ്. കുത്തനെ ഇല്ലേ, നമ്മൾ സൂചിക ഇടിയ എന്നൊക്കെ പറയുന്നില്ലേ? റെഡ്യൂസ് ചെയ്യുക, സെക്കൻഡ് റെഡ്യൂസ് ചെയ്യുക,
ഡ്രോപ്പ് ചെയ്യുക, ഡിക്ലൈൻ ചെയ്യുക. സിമിലർലി, സോ ഡിക്ലൈൻ, മനസ്സിലായോ? അതാണ് ഓൺ ദ വെയിൻ. ഇറ്റ് ഈസ് ഗ്രാജുവലി, പയ്യെ പയ്യെ അല്ലെ, സ്ലോലി ഡിക്ലൈനിങ് എന്തുവാകാം അല്ലെ, സ്ലോലി റെഡ്യൂസിങ്, സ്ലോലി ഡിമിനിഷിങ്, സ്ലോലി ഡ്രോപ്പിംഗ് എന്നൊക്കെ പറഞ്ഞ സിമിലർ മീനിങ് ആണ്. മനസ്സിലായോ? അപ്പൊ വെയിൻ എന്ന വേർബ് ആലോചിച്ച് നോക്കുക. വെയിൻ എന്ന വേർബിന്റെ മീനിങ് ഇതാണ്. വെയിൻ എന്ന കാര്യത്തിൽ there's a vein in ഇന്നത്, there's a decline in something അല്ലെ, there's a diminishing in something, there's a lessening in something, there's a reduction in something, there's a drop in something. because drop എന്ന് പറയുന്നത് noun ആണ്, verb ആണ്. വെയിൻ എന്ന് പറയുന്നത് noun ആണ്, verb ആണ്. so that's it. കേട്ടോ? ഓർത്ത് വെച്ചോണേ, ക്ലിയർ ആയിക്കോണം. റെഡ്യൂസിന്റെ noun reduction ആണ് അല്ലെ, ഡിക്ലൈന് noun ഉണ്ട്, verb ഉണ്ട്. സിമിലർലി, കേട്ടോ? വെയിൻ ഓർത്ത് വെച്ചോണേ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ഷി കട്ട് ഹിം ഷോർട്ട് saying she had already heard the story of their breakup. She cut him short saying she had already heard the story of their breakup. To chop something, to act quickly, to interrupt someone, to be rude. എന്താണ് to cut him short? To cut someone short എന്താ അർത്ഥം? To cut someone short എന്തായിരിക്കും അതിന്റെ അർത്ഥം? ടു കട്ട് സമ്മൺ ഷോർട്ട് എന്ന് പറഞ്ഞാൽ നമ്മളൊരു കാര്യം ഒരാൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇടയ്ക്ക് കയറി അങ്ങ് സംസാരിക്കുന്നത് തന്നെയാണ്. നമ്മൾ എന്തുകൊണ്ട് ഇടയ്ക്ക് കയറുന്നത്? ഒരാളുടെ ഇടയ്ക്ക് ഇറങ്ങാൻ കാരണം നമുക്ക് താല്പര്യമില്ല അവരോട് സംസാരിക്കാൻ. ദാറ്റ് മീൻസ് യു ആർ ഇന്ററപ്റ്റിംഗ് ദം അല്ലേ? നമ്മൾ അവർ പറയുന്നതിനെ ഇന്ററപ്റ്റ് ചെയ്യാണ് കേട്ടോ. നോട്ട് ആക്ട് ക്വിക്ലി. ആക്ട് ക്വിക്ലി അല്ല, ഇന്ററപ്റ്റ് ചെയ്യുക. നമ്മളൊരാൾ സംസാരിക്കുമ്പോൾ ഇന്ററപ്റ്റ് ചെയ്യുക, ഇടയിൽ കയറുക, അതിനെയാണ് നമ്മൾ കട്ട് സംബഡി ഷോർട്ട് എന്ന് പറയാം. കട്ട് സമ്മൺ ഷോർട്ട് അതായിരിക്കും കേട്ടോ. അപ്പൊ സമ്മണിന്റെ അടുത്ത് കട്ട് മീര ഷോർട്ട്. ഇപ്പൊ മീരയോട് സംസാരിക്കുന്നതെങ്കിൽ ഐ കട്ട് മീര ഷോർട്ട് ബിക്കോസ് ഷീ ഹാഡ് ഓൾറെഡി സെഡ് ദ സെയിം തിങ് ഓവർ ആൻഡ് ഓവർ അഗൈൻ. ഒരുപാട് തവണ അവൾ പറഞ്ഞുകൊണ്ട് ഞാൻ അവൾ ഇന്ററപ്റ്റ് ചെയ്തു. മനസ്സിലായോ? സിമിലർലി. അപ്പോൾ അവിടെ ആ ഹിമ്മിൻ കട്ട് കഴിഞ്ഞിട്ട് നമുക്ക് അവിടെ കൊടുക്കാം ഹിം ആകാം, ഹെർ ആകാം, മീര ആകാം, പേരെന്തോ ദം ആകാം അല്ലെ, എന്ത് ഒബ്ജക്റ്റ് കൊടുക്കും. കട്ട് സംബഡി ഷോർട്ട് അങ്ങനെ കേട്ടോ. ദാറ്റ് മീൻസ് ഇന്ററപ്റ്റ് സമ്മൺ, ഇന്ററപ്റ്റ് ചെയ്യുക. നമ്മളൊരാളെ കട്ട് ചെയ്യുമ്പോൾ മീൻസ് യു ആർ ഇന്ററപ്റ്റിംഗ് ദം, ഇടയ്ക്ക് സംസാരിക്കാം. ചോപ്പ് ലിറ്ററലി കട്ട് ചെയ്യുക എന്നുള്ള അർത്ഥത്തിലാണ്. പിന്നെ റൂഡ് ആയതുകൊണ്ടാണ് നമ്മൾ ചെയ്യുക, ബട്ട് ദാറ്റ് ഈസ് നോട്ട് ദ മീനിങ്. ഓക്കെ, മൂവിങ് ഓൺ. അടുത്തത് next question is I always break and drop things. ഇത് നേരത്തെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. I am labeled as black sheep, butterfinger, born with a silver spoon in mouth, anarchist. നോക്കണേ, ഐ ഓൾവേസ് ബ്രേക്ക് ആൻഡ് ഡ്രോപ്പ് തിങ്സ്. ഞാൻ എപ്പോഴും എന്ത് ചെയ്യും? ബ്രേക്ക് ആൻഡ് ഡ്രോപ്പ് തിങ്സ്. അപ്പൊ എൻ്റെ പ്രശ്നം എന്താ? ഞാൻ എപ്പോഴും എന്ത് ചെയ്യും? ബ്രേക്ക് ചെയ്യും, ഡ്രോപ്പ് ചെയ്യുകയും ചെയ്യും. അപ്പൊ ഓൾവേസ് ബ്രേക്ക് ആൻഡ് ഡ്രോപ്പ് തിങ്സ്. നീ എപ്പോഴും ഒരു സാധനങ്ങൾ ബ്രേക്ക് ചെയ്യും, ഡ്രോപ്പ് ചെയ്യുകയും ചെയ്യുകയാണെങ്കിൽ നിന്നെ എന്നാ വിളിക്കുക? ബ്ലാക്ക് ഷീപ്പ് എന്നാണോ, ബട്ടർഫിംഗർ എന്നാണോ, ബോൺ വിത്ത് സിൽവർ സ്പൂൺ ഇൻ മൗത്ത് എന്നാണോ, അതോ ആനർക്കിസ്റ്റ് എന്നാണോ? ആനർക്കിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു വൺ വേർഡ്, ബാക്കിയുള്ളതെല്ലാം ഇഡിയംസ് ആണ്. സോ മീനിങ് ഓഫ് ദാറ്റ്, എല്ലാത്തിനും മീനിങ് നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും. സോ ഏതായിരിക്കും? ഇപ്പൊ ഇതിവിടെ മീനിങ് തന്നു, എന്നിട്ട് ഇഡിയം കണ്ടുപിടിക്കാനാണ് ചോദിച്ചേക്കണേ. സോ സിമിലർലി ഏതായിരിക്കും? പറഞ്ഞു. എല്ലാരും പറഞ്ഞു, എല്ലാരും ട്രൈ ചെയ്യും. കയ്യിൽ നിന്ന് എപ്പോഴും സാധനങ്ങൾ നിലത്ത് വീണ് വഴുതി പോവുക അല്ലെങ്കിൽ ബ്രേക്ക് ചെയ്യുമ്പോൾ നമ്മൾ എന്താ പറയാ? ഒന്ന് ഗസ് ചെയ്യാവുന്നതേ ഉള്ളൂ അല്ലെ? കോണ്ടെക്സ്റ്റ് മീനിങ് എടുത്തു നോക്കിയേ. നമ്മുടെ കയ്യിൽ എണ്ണ ഉണ്ട്, കയ്യിൽ നിന്ന് വഴുതി പോകും അല്ലെ? അതല്ലേ കള്ളന്മാരൊക്കെ രാത്രി കക്കാൻ പോകും പണ്ടൊക്കെ. ഇപ്പം അറിയില്ല, സിനിമയിലൊക്കെ നമ്മൾ കണ്ടുള്ള ശീലമുള്ളൂ അല്ലേ? എല്ലാം കുതിരി പോകാൻ വേണ്ടി പെട്ടെന്ന് എണ്ണയോ അല്ലെങ്കിൽ ഓയിലൊക്കെ തേച്ച് പോകുമെന്ന് പറയാൻ കേട്ടിട്ടുണ്ട്, പറച്ചിൽ സിനിമയിലൊക്കെ. ഇപ്പോഴത്തവർക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ അതുപോലെ അപ്പോൾ കയ്യിൽ എണ്ണ അല്ലെങ്കിൽ എണ്ണമഴുക്കുള്ള എന്തെങ്കിലും ഉണ്ട് അല്ലേ? ബട്ടറോ ഗീയോ നെയ്യോ ഒക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയാണ് അല്ലേ? നമ്മുടെ കയ്യിൽ നിന്ന് സാധനങ്ങൾ വഴുതിപ്പോവും. അത് ഭയങ്കര നാച്ചുറലായൊരു സാധനമാണ്. അപ്പോൾ അങ്ങനെ വഴുതി പോകണമെങ്കിൽ ദാറ്റ് മീൻസ് യു ആർ ബട്ടർ ഫിംഗർ.
അല്ലേ? ബട്ടർ ഫിംഗർ, അതാണ് ആലോചിക്കുക, കോണ്ടെക്സ്റ്റുവൽ മീനിങ്ങിൽ ശ്രദ്ധിക്കുക. നമ്മുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും വെറുതെ പോണ എണ്ണ ഉള്ള എന്തെങ്കിലും സാധനങ്ങളാണ്. സോ ദാറ്റ് മീൻസ് യു ആർ എ ബട്ടർ ഫിംഗർ. അപ്പൊ നിങ്ങൾ എന്നെ ലേബിൾ ചെയ്യുക, യു ആർ ലേബിൾഡ് ആസ് ബട്ടർ ഫിംഗർ. നിങ്ങളെ ബട്ടർ ഫിംഗർ എന്ന് വിളിക്കും. അതേ സമയത്ത് എന്താ ബ്ലാക്ക് ഷീപ്പ് മീൻസ്? ഒരു വീട്ടിലെ ബ്ലാക്ക് ഷീപ്പ് എന്നൊക്കെ പറഞ്ഞാൽ എന്താ അർത്ഥം? അവിടുത്തെ ഓട് വണ്ണാണ് അല്ലെ? ബ്ലാക്ക് ഷീപ്പ് എന്ന് പറഞ്ഞാൽ എപ്പോഴും അത് ഓട് വണ്ണ, കൂട്ടത്തിൽ ചേരാതെ നിൽക്കുന്ന ഒരാൾ, മാറിക്കുന്നു. മിക്ക നല്ല ആളായിരിക്കാം, ചീത്ത ആളായിരിക്കാം, ആളെ മറ്റുള്ളവരെ പോലെയല്ല അല്ലെ, എന്താ പറയാ, മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ഓട് വണ്ണാണ്. ദാറ്റ് ഇസ് ബ്ലാക്ക് ഷീപ്പ്. അതൊരു ഇഡിയമാണ്. അതുപോലെ ബോൺ വിത്ത് എ സിൽവർ സ്പൂൺ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? യു ആർ ബോൺ വിത്ത് എ സിൽവർ സ്പൂൺ. ഒരാൾ പറയുകയാണെങ്കിൽ യു ആർ ബോൺ വിത്ത് എ സിൽവർ സ്പൂൺ എന്ന് പറഞ്ഞാൽ എന്നാ അർത്ഥം? അല്ലെ? ഹാവ് എ പ്രിവിലേജ് അപ്ബ്രിങ്ങിങ് അല്ലെ? വെള്ളിക്കരണ്ടി കൊണ്ട് ജനിച്ചു, മലയാളത്തിൽ തന്നെ പറയും നമ്മള്. ഹാവ് എ പ്രിവിലേജ്ഡ്, വളരെ പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ഒരുപാട് അല്ലെ, പ്രിവിലേജ്ഡ് ആയിട്ടുള്ള അപ്ബ്രിങ്ങിങ് ഉണ്ട്. അങ്ങനെ ഒരു എന്താ പറയുക, എല്ലാ സൗഭാഗ്യത്തോടെയും ജനിച്ചവൻ, അങ്ങനെ ഒരു കുടുംബത്തിൽ ജനിച്ചവൻ, ജനിച്ച് സുഖലോലുപതയിൽ ജീവിക്കുന്നവൻ, അതാണ് ഹാവ് അല്ലെ. അവനൊക്കെ എന്താ അല്ലെ, അവന്റെ ഒക്കെ ഒരു യോഗമാണ് യോഗ, അങ്ങനെ പറയില്ലേ? ദാറ്റ്സ് ഹാവ് എ പ്രിവിലേജ്ഡ് അപ്ബ്രിങ്ങിങ്. അതിനാണ് ബോൺ വിത്ത് എ സിൽവർ സ്പൂൺ എന്ന് പറയാം. അനക്കിസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഒരാൾ അനക്കിസ്റ്റ് ആണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വ്യക്തി ഈസ് അഗൻസ്റ്റ് ലോഫുൾ ഗവൺമെന്റ് അല്ലെ, ലോയ്ക്ക്, ലോലെസ്നെസ്സിനോട് താല്പര്യമുള്ളതാണ്. മീൻസ് ഇയാൾ അഗൻസ്റ്റ് ലോഫുൾ ഗവൺമെന്റ്. എന്തിനോടെതിരെ? അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടം എന്താ? ദേ ലൈക്ക് ലോലെസ്, അഡ്മയർ ലോലെസ്നെസ് അല്ലെ? അവരെന്താ അഡ്മയർ ചെയ്യുന്നത്? ലോലെസ്നെസ് ആണ്, അരാജകത്വം, ലോലെസ്നെസ് അല്ലേ? ദാറ്റ് ഇസ് അനാർക്കിസ്റ്റ്. അനാർക്കി, ലോലെസ്നെസ്, അരാജകത്വം, എന്താ പറയുക, against I mean they are in favor of unlawful government. നിയമമൊന്നും ഇല്ലാതെ അല്ലെ, ഗവൺമെന്റ് ഒന്നും ഇല്ലാണ്ടിരിക്കുകയാണ് അത്ര സന്തോഷം. ദാറ്റ് ഇസ് അനാർക്കിസ്റ്റ്. അനാർക്കിസ്റ്റ് അങ്ങനെയുള്ള വ്യക്തി. അടുത്ത ബാഗ് ആൻഡ് ബാഗേജ്. ബാഗ് ആൻഡ് ബാഗേജ് മലയാളത്തിൽ ഇതിനുണ്ട് അതേപോലെ ഒരു ഇതുണ്ട്. ബാഗ് ആൻഡ് ബാഗേജ് എന്ന് പറഞ്ഞ എക്സ്പ്രഷൻ അല്ലെങ്കിൽ ഇഡിയത്തിന്റെ മീനിങ് എന്താ? ഓൾ ദ ക്ലോതിങ് ലീവ് വിതൗട്ട് എനി ബിലോങ്ങിങ് വിത്ത് ഓൾ വൺസ് ബിലോങ്ങിങ്സ്. എന്താ എന്താണ് ബാഗ് ആൻഡ് ബാഗേജ്? ഇതിന് മലയാളത്തിൽ ഒരു പറച്ചിലുണ്ടേ, മലയാളത്തിൽ നമ്മൾ പറയും. ബ്ലൂ ബ്ലഡ് സിമിലർ ആണ് സിമി, പക്ഷേ ബ്ലൂ ബ്ലഡ് ഈസ് നോട്ട് ആക്യുറേറ്റ് മീനിങ്. അത് ഞാൻ പറയും. കാരണം ബ്ലൂ ബ്ലഡ് എന്ന് പറഞ്ഞാൽ എന്താ പറയുക, ബ്ലൂ ബ്ലഡ് മീൻസ് ബിലോങ്ങിങ് ടു an aristocratic ഫാമിലി, ഒരു നോബിൾ ഫാമിലി ഉള്ള ആളാണ്. അതായത് വലിയ അങ്ങനത്തെ കുടുംബം, ബ്ലൂ ബ്ലഡ് അതാ. ഇപ്പം നമ്മൾ ഒരാൾ ബ്ലൂ ബ്ലഡ് ആണെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരാൾ ബ്ലൂ ബ്ലഡ് ആണ്, ഹീസ് എ ബ്ലൂ ബ്ലഡ് എന്ന് പറഞ്ഞാൽ അവൻ കുറച്ച് കൂടിയ, നമ്മളല്ലേ ഹൈ ക്ലാസ് ഫാമിലി ജനിച്ച ആൾ, അല്ലെങ്കിൽ എന്താ പറയുക, ഇങ്ങനെ പറയും, ബിലോങ്ങിങ് ടു ഹൈ ക്ലാസ്. അത് തന്നെ വലിയ നോബിൾ ഫാമിലി, നോബിൾ അല്ലെങ്കിൽ അരിസ്റ്റോക്രാറ്റിക് ഫാമിലി. അതിനാണ് ബ്ലൂ ബ്ലഡ് പറയുക. ഇപ്പൊ റോയൽ ബ്ലഡ് ആണ് അല്ലെ, ബ്ലൂ ബ്ലഡ് എന്ന് പറഞ്ഞാൽ ശരിക്കും റോയൽ ബ്ലഡ് ആണ്. നമ്മൾ പറയില്ലേ, എന്താ പറയാ, മലയാളികൾ പറയുന്ന ഒരു കാര്യം കേട്ടിട്ട്, അതായത് എനിക്ക് അറിയത്തില്ല അങ്ങനെ പറയാൻ കൊള്ളുമെന്ന്, ബിക്കോസ് ദാറ്റ് ഇസ് വെരി ഡെറഗറ്ററി, അങ്ങനെ പറയാൻ കൊള്ളില്ല. പക്ഷെ ചില ആൾക്കാർ പറയും, ഇപ്പോഴും പഴമക്കാർ പറയുന്നതൊക്കെ നമ്മുടെ നാട്ടില്, എൻ്റെ കൈക്കൂടെ ഓടുന്ന ക്ഷത്രിയ രക്തമാണെന്നൊക്കെ പറയും അല്ലേ. ദേ ഓൾവേസ് ക്ലെയിം ദാറ്റ് ഞങ്ങളുടെ തായ്വേര്, ഞങ്ങൾ അത് റോയൽ ഫാമിലി, രാജകുടുംബത്തിൽപ്പെട്ടവരാ ഞങ്ങൾ, അല്ലെ ഞങ്ങൾ നോബിൾ ഫാമിലി പെട്ടവരാ എന്നൊക്കെ പറയില്ലേ. അപ്പം അതിനാണ് നമ്മളെന്ത് പറയുന്നത്, ഈ പറയുന്ന ബ്ലൂ ബ്ലഡ് എന്ന് പറയാം. സോ പക്ഷേ ബോൺ വിത്ത് എ സിൽവർ സ്പൂൺ അങ്ങനെയല്ല, അവനൊക്കെ യോഗമുള്ളവനാ. കാര്യം അവൻ നല്ല കുടുംബ അന്തരീക്ഷം അവന് കിട്ടിയിട്ടുണ്ട്. ഹി ഹാഡ് എ ഗുഡ് അപ്ബ്രിങ്ങിങ്, നല്ല പ്രിവിലേജ്ഡ് ആയിട്ടുള്ള. ഇപ്പം നമ്മൾ പറയില്ലേ, ആണുങ്ങള് പെണ്ണുങ്ങൾ പുരുഷന്മാരും എടുത്ത് നോക്കുമ്പോൾ ആണുങ്ങൾ കുറച്ചൊരു പ്രിവിലേജ് ഉണ്ട്. ദേ ക്യാൻ ഗോ ഔട്ട് എനി ടൈം, വേറെ ആരും ചോദിക്കാനും പറയാനില്ല. പക്ഷെ when you are a female born to an Indian family ജനിക്കുന്ന ഒരു ഫീമെയിൽ ആണെങ്കിൽ അങ്ങ് തോന്നിയ സമയത്തൊന്നും ഇറങ്ങി നടക്കാൻ പറ്റില്ല. യു ഹാവ് your father to എന്താ പറയുക,
ആൻസർ ടു, അതേപോലെ അല്ലെങ്കിൽ ബ്രദർ ടു ആൻസർ ടു, അല്ലെങ്കിൽ ഇപ്പോൾ കല്യാണം കഴിഞ്ഞാൽ ഹസ്ബൻഡ് ടു ആൻസർ ടു, മക്കളൊക്കെ ഉണ്ടെങ്കിൽ മക്കളോട് അല്ലെ മോനോട് ആൻസർ പറഞ്ഞാൽ എപ്പോഴും അങ്ങനെ ഒരു ഇതുണ്ട്. ലൈക്ക് അതാണ് പ്രിവിലേജ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഡിഫറെൻറ്റ്. ബ്ലൂ ബ്ലഡ് ഇസ് സോ ഡിഫറെൻറ്റ്. മീനിങ് മനസ്സിലാക്കണേ, രണ്ട് അതുകൊണ്ട്. പക്ഷെ മോറോട്ട്ലി സിമിലർ ആയിട്ട് തോന്നും. ദാറ്റ് അനർക്കിസ്റ്റ് എന്നത് മനസ്സിലായില്ലേ? അരാജകവാദിക്കാണ് നമ്മൾ അനർക്കിസ്റ്റ്. അനർക്കി എന്ന് പറഞ്ഞാൽ അരാജകത്വം കേട്ടോ. ദാറ്റ്സ് ഇറ്റ്. ക്ലിയർ അല്ലേ? ഇറ്റ്സ് ക്ലിയർ ഐ ഗെസ്. യാ, അതെ അതെ അതെ. വായിൽ വെള്ളിക്കരണ്ടി ആയിട്ട്, നമ്മൾ തന്നെ മലയാളത്തിൽ പറഞ്ഞ അതേ സാധനം, വായിക്ക് വെള്ളിക്കരണ്ടിയായി ജനിച്ചവൻ, അതിനാണ് ബോൺ വിത്ത് എ സിൽവർ സ്പൂൺ എന്ന് പറയുന്നത്. റബീഷ്, യെസ് കറക്റ്റ്. അപ്പൊ അത് ക്ലിയർ, അവിടെ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇത് നോട്ടുണ്ട്, നിങ്ങൾക്ക് സെപ്പറേറ്റ് പിന്നെ എപ്പോഴെങ്കിലും ഒക്കെ നോക്കി റെഫർ ചെയ്യാം കേട്ടോ. ബാഗ് ആൻഡ് ബാഗേജ് നമ്മൾ മലയാളത്തിൽ ഒരു ഇത് പറയും, ബാഗ് ആൻഡ് ബാഗേജ്. ഇത്രേ ഉള്ളൂ. ഐ ലെഫ്റ്റ് മൈ ഹോം, ഐ ലെഫ്റ്റ് മൈ ഹോം അല്ല, ഐ കെയിം ടു ദുബായ്. ഓക്കെ, വളരെ സിമ്പിൾ ആയിട്ട് പറയാം, സെന്റൻസ് എക്സാമ്പിൾ പറയാം. ഐ കെയിം ടു ദുബായ് ബാഗ് ആൻഡ് ബാഗേജ്. എന്താ അതിന്റെ അർത്ഥം? ഐ കെയിം ടു ദുബായ് ബാഗ് ആൻഡ് ബാഗേജ്. ബാഗ് ആൻഡ് ബാഗേജസ് ഒന്നുമല്ല, ബാഗ് ആൻഡ് ബാഗേജ്. കാര്യം ബാഗേജ് എന്ന് പറയുന്ന ഒരു അൺകൗണ്ടബിൾ നൗൺ, ലഗേജ് അൺകൗണ്ടബിൾ നൗൺ. അതുകൊണ്ട് ബാഗേജസ് എന്നൊരു വാക്ക് നമ്മൾ പറയില്ല, ബാഗ് ആൻഡ് ബാഗേജ്. എന്താ അർത്ഥം എന്ന് അറിയാമോ? മലയാളത്തിൽ ഇതേ ഒരു ചൊല്ലുണ്ട്. സിമിലർലി ഇപ്പൊ മലയാളത്തിൽ പറഞ്ഞ ഇഡിയം എല്ലാം അങ്ങനെ ആട്ടോ. ഇഡിയംസിനൊക്കെ മലയാള തതുല്യമായിട്ടുള്ള ഒരു പഴഞ്ചൊല്ലോ അല്ലെങ്കിൽ മലയാളത്തിന്റെ ഒരു എക്സ്പ്രഷനും ഉണ്ട്, സിമിലർ സാധനം. All the clothing, leave without any belonging, with all one's belongings. എന്തായിരിക്കും മീനിങ്? ഓക്കെ, പണ്ട് നമ്മുടെ ഇവന്റെ കഥ പറയില്ലേ, വിജയനദാസനൊക്കെ ദുബായി പോയ, ദുബായ് ആണോ ഗൾഫല്ലേ, ഗൾഫാണോ അങ്ങനെ കണ്ടല്ലേ. അപ്പൊ പോണം എന്ന് ആഗ്രഹിച്ച കഥ. കൂടും കുടുക്കയായിട്ട് എന്ന് പറയും, വിത്ത് ഓൾ വൺസ് ബിലോങ്ങിങ്സ്. നമ്മൾ ഇതിന് പറയുന്ന ബാഗ് ആൻഡ് ബാഗേജിന്റെ മലയാള ചൊല്ലാണ്, മലയാളത്തിൽ നമ്മൾ പറയുന്ന കാര്യമാണ് കൂടും കുടുക്കയെടുത്ത് എന്ന് പറയും. കൂടും കുടുക്കയും. എനിക്ക് അറിയത്തില്ല എത്ര പേർക്ക് ഇത് അറിയുമെന്ന് അറിയത്തില്ല. ഇത് ഒന്ന് നോക്കിയാൽ അറിയാട്ടോ, റെഫർ ചെയ്താൽ ഇങ്ങനെ ഒരു സാധനമുണ്ട്, കൂടും കുടുക്കയും. ഇതാണ്, അതെല്ലാം ഉണ്ട്. കൂടും കുടുക്കയെന്ന് പറഞ്ഞാൽ എല്ലാം ഉണ്ട്. with everything or with all belongings. എല്ലാ ബിലോങ്ങിങ്സും എടുത്ത്, സ്വന്തം എല്ലാ ബിലോങ്ങിങ്സും എടുത്ത് നമ്മൾ ഇറങ്ങുക. അതിനെയാണ് ബാഗ് ആൻഡ് ബാഗേജ് വരുന്നത്. ഓക്കെ, അടുത്തത്. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അടുത്തത് നിങ്ങൾക്ക് അറിയാവുന്ന സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഐ കനോട്ട് ട്രസ്റ്റ് മൈ ഫ്രണ്ട് ആസ് ഹി ഈസ് ഷുവർ ടു സ്പിൽ ദ ബീൻസ്. എനിക്ക് അവനെ വിശ്വസിക്കാൻ പറ്റില്ല, കാരണം അവനെ അല്ല, ഐ കനോട്ട് റിലൈ ഓൺ ഹിം, ഐ കനോട്ട് ട്രസ്റ്റ് ഹിം. എനിക്ക് അവനെ നമ്പാൻ പറ്റില്ല, ബിക്കോസ് ഹി ഈസ് ഷുവർ ടു സ്പിൽ ദ ബീൻസ്. വാട്ട് ഇസ് സ്പിൽ ദ ബീൻസ്? അണ്ടർലൈൻ ഇഡിയത്തിന്റെ മീനിങ് എന്താണ്? റിവീൽ സീക്രറ്റ്സ്, മേക്ക് ട്രബിൾ, ക്രിയേറ്റ് കൺഫ്യൂഷൻ, സ്പെൻഡ് മണി ലാവിഷ്ലി. എന്താ? കാശ് എനിക്കൊരു പ്രശ്നമല്ല, സ്പെൻഡ് മണി ലാവിഷ്ലി. ലാവിഷായിട്ട് പൈസ സ്പെൻഡ് ചെയ്യുന്നതിന് നമ്മളൊരു വാക്ക് പറയും. ക്രിയേറ്റ് കൺഫ്യൂഷൻ, മേക്ക് ട്രബിൾ, റിവീൽ സീക്രറ്റ്സ്. എന്താണ്? സ്പിൽ ദ ബീൻസ്. സ്പിൽ ദ ബീൻസ് എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ എന്താ പറയാ, എക്സാംസിന് കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻസിൽ ഒന്നാണ് സ്പിൽ ദ ബീൻസ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അത്രമാത്രം നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ? സ്പിൽ ദ, അല്ലെങ്കിൽ നമ്മൾ ഇതേ മീനിങ് വരുന്ന വേറൊരു സാധനമാണ് ലെറ്റ് ദ കാറ്റ് ഔട്ട് ഓഫ് ദ ബാഗ്. സീക്രട്ട് പറയുക, അതിന് സീക്രട്ട് തുറന്നു പറയുക, അതിന് പറയുന്നത് വേറൊരാണ് ലെറ്റ് ദ കാറ്റ്. I cannot trust my friend as he is sure to let the cat out of the bag. അല്ലെങ്കിൽ spill the beans. Similar meaning ആണ്, means secret reveal ചെയ്യുക അല്ലേ? സീക്രട്ട് ആയ കാര്യം പെട്ടെന്ന് റിവീൽ ചെയ്യുന്ന തന്നെയാണ് ലെറ്റ് ദ കാറ്റ് ഔട്ട് ഓഫ് ദ ബാഗും സ്പിൽ ദ ബീൻസും. ഇനി സ്പെൻഡ് മണി ലാവിഷ്ലി, പൈസ ലാവിഷ് ആയിട്ട് സ്പെൻഡ് ചെയ്യുന്നവരെ നമ്മൾ വിളിക്കുന്ന പേരാണ് സ്പെൻഡ് ത്രിഫ്റ്റുകൾ കേട്ടോ. സ്പെൻഡ് ത്രിഫ്റ്റ്. സ്പെൻഡ് ത്രിഫ്റ്റ് ആരാ? സ്പെൻഡ് ത്രിഫ്റ്റ് ആയ വ്യക്തി എന്താ ചെയ്യുന്നത്? സ്പെൻഡ് ത്രിഫ്റ്റ് ആയ വ്യക്തി എപ്പോഴും എന്ത് ചെയ്യും? പൈസ ഒരു പ്രശ്നമല്ല അല്ലെ, എനിക്ക് ക്യാഷ് ഒരു പ്രശ്നമല്ല, പൈസ വാരി എറിയും. ബട്ട് അവർക്കൊരു ഫിനാൻഷ്യൽ ഇതില്ല, പ്ലാൻ ഒന്നുമില്ല, ജസ്റ്റ് അങ്ങ് പൈസ ദേ ഡോണ്ട് നോ ഹൗ ടു മാനേജ് മണി ഓർ ദ ഫിനാൻസസ്. അതിനെയാണ് നമ്മൾ എന്താ പറയാ, സ്പെൻഡ് മണി ലാവിഷ്ലി അങ്ങനെയുള്ളവരെ വിളിക്കും സ്പെൻഡ് ത്രിഫ്റ്റുകൾ എന്നാണ് നമ്മൾ വിളിക്കുക. ഒരുപാട് സ്പെൻഡ് ചെയ്യാൻ താല്പര്യമുള്ളവരായിരിക്കും. ഒരുപാട് ഷോപ്പ് ചെയ്യുന്ന ആളെ ഷോപ്പഹോളിക് എന്ന് വിളിക്കും. ഒരുപാട് പൈസ ലാവിഷായിട്ട് എറിയുന്ന ആളെ സ്പെൻഡ് ത്രിഫ്റ്റ് വിളിക്കും. ഇതൊക്കെ ഓർത്തോണം, ഇതൊക്കെ കണക്റ്റഡ് വേർഡ്സ് ആണ്, തമ്മിൽ കണക്ഷൻ ഉണ്ട്, അതുകൊണ്ട്. പിന്നെ സ്പിൽ ദ ബീൻസിന് മറ്റൊരു ഇഡിയമാണ് ലെറ്റ് ദ കാറ്റ് ഔട്ട് ഓഫ് ദ ബാഗ്. സെയിം സാധനം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദ മീനിങ് ഓഫ് ദി ഇഡിയം ടു ഫ്ലൈ ഓഫ് ദ ഹാൻഡിൽ. എന്താണ് ടു ഫ്ലൈ ഓഫ് ദ ഹാൻഡിൽ എന്ന് പറഞ്ഞാൽ? ടു ടേക്ക് ഓഫ്, ടു ബി ഇൻഡിഫറെന്റ്, ടു ഡിസ്ലൊക്കേറ്റ്, ടു ലോസ് വൺസ് ടെമ്പർ. എന്താണ് ഫ്ലൈ ഓഫ് ദ ഹാൻഡിൽ?
ലൂസ് വൺസ് ടെമ്പർ അല്ലെ, കയ്യിന്ന് പോവാന്ന് പറയും. ഹൈ ഓഫ് ദ ഹാൻഡിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ മലയാളത്തിൽ ഒരു ചൊല്ലുണ്ട്, എടാ എന്റെ കയ്യിന്ന് പോയി അല്ലെ, അവൾ അങ്ങനെയൊക്കെ പറയുമ്പോൾ എന്റെ കയ്യിൽ നിന്നങ്ങ് പോയി എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടില്ലേ അല്ലെ. വി സേ എന്റെ കയ്യിൽ നിന്നങ്ങ് പോയി, കയ്യിൽ നിന്നങ്ങ് പോയി. ഓർത്തിരുന്നാ മതി ഇത്. കൈവിട്ട് പോകാന്ന് ഞാൻ എഴുതുന്നില്ല, കാരണം കയ്യിൽ നിന്ന് പോകാന്നാണ് നമ്മൾ പറയാം. കൈവിട്ട് പോകാൻ മീൻസ് യു മിസ് ആൻ ഓപ്പർച്യൂണിറ്റി, കൈവിട്ട് കളഞ്ഞു അല്ലെ, കൈവിട്ട് പോയി എന്ന് പറയും. ആ സാർ മിസ് ഡിഫറെന്റ്. മലയാളത്തിൽ നമ്മൾ പറയുന്നത് കയ്യിൽ നിന്ന് പോയി, എന്റെ കയ്യിൽ നിന്ന് പോയിടാ, അങ്ങനെയൊക്കെ കേട്ടപ്പോൾ എന്റെ കയ്യിൽ നിന്ന് അങ്ങ് പോയി അല്ലെ. ദാറ്റ് മീൻസ് യു ലൂസ് യുവർ ടെമ്പർ, ചിലപ്പോൾ ദേഷ്യപ്പെടുക, ചിലപ്പോൾ ഇമോഷണൽ പൊട്ടിത്തെറിക്കുക, ദാറ്റ്സ് ഇറ്റ്. അതിനാണ് to fly off the handle എന്ന് പറയും. ഇതൊക്കെ മലയാളത്തിലുള്ള idioms ആണ് കേട്ടോ. Look at the next question. The chief's unexpected praise really gave my floundering project a bad apple, zero tolerance, a shot in the arm, 40 wings. നോക്കാം, ഇത് ഇഡിയം തന്നിട്ട് fill in the blank with appropriate idiom. ഇതിൽ കൊടുത്തേക്കുന്ന 4 idioms തന്നെ. ഈ 4 idiomസിൽ ഏത് ഇഡിയമാണ് മീനിങ് ഫുൾ ആയിട്ട് ഈ സെന്റൻസിൽ കണക്ട് ചെയ്യുന്നത്? ചീഫ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സുപ്പീരിയറുടെ അൺഎക്സ്പെക്റ്റഡ് പ്രൈസ്, ഞാൻ പ്രതീക്ഷിച്ചില്ല അല്ലെ, ഇറ്റ് ഈസ് അൺഎക്സ്പെക്റ്റഡ്, ഐ ഡിഡ്ന്റ് പ്രൊഡിക്റ്റ് ഇറ്റ്, ഐ ഡിഡ്ന്റ് എക്സ്പെക്റ്റഡ് ഇറ്റ് അല്ലെ, ഐ ഡിഡ്ന്റ് എക്സ്പെക്റ്റ് ഇറ്റ്, ഞാൻ എക്സ്പെക്ട് ചെയ്തില്ല. ആ പ്രൈസ്, ആ പ്രശംസ റിയലി ഗേവ് മൈ ഫ്ലോണ്ടറിങ് പ്രോജക്റ്റ്. എന്താ ഫ്ലോണ്ടറിങ് പ്രോജക്റ്റ്? ഡെവലപ്പിംഗ് അല്ലെ, ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ദാറ്റ് ഈസ് ഫ്ലോണ്ടറിങ്. ഫ്ലോണ്ടർ ചെയ്യുക മീൻസ് ഡെവലപ്പ് ചെയ്യുക, ഫ്ലറിഷ് ചെയ്യുക, ഇതാണ്. അപ്പൊ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ പയ്യെ അല്ലേ, പയ്യെ ഇതായിക്കൊണ്ടിരിക്കുന്ന പ്രോജക്റ്റ്, പയ്യെ ഒന്ന് പച്ച പിടിച്ചുകൊണ്ടിരിക്കുന്നത്, ദാറ്റ് ഈസ് ഫ്ലോണ്ടറിങ്. ഡെവലപ്പിംഗ് പ്രോജക്റ്റ്, a bad apple, zero tolerance, a shot in the arm, 40 wings. എന്താണ്? പറഞ്ഞു. ഡെവലപ്പിംഗ്, ഗ്രോയിങ്, വളരുന്ന ഒക്കെ അർത്ഥമുണ്ട് കേട്ടോ. ഗ്രോയിങ് അങ്ങനെയുണ്ട്, ഫ്ലോണ്ടറിങ്ങിന്റെ അർത്ഥമാണ് ഡെവലപ്പിംഗ്, ഗ്രോയിങ്, ഫ്ലറിഷിംഗ് എന്നൊക്കെ പറയും. ഗ്രോയിങ്ങിന്റെ കൂടെ ഗ്രോഷിംഗ് എന്നൊക്കെ ഫ്ലറിഷിംഗ് പറഞ്ഞപ്പം ആകെ ആയിപ്പോയത്, രണ്ടുകൂടെ മിക്സ് ആയിപ്പോയി. ഓക്കെ, സോ a bad apple, zero tolerance, a shot in the arm, 40 wings. എല്ലാത്തിനും മീനിങ് ഉണ്ട്. ബാഡ് ആപ്പിളിന്റെ അർത്ഥം എന്താ നമ്മൾ പറയില്ലേ? ബാഡ് ആപ്പിൾ മീൻസ് ഒരു കൊട്ട മുട്ടയിൽ ഒരു മുട്ട മതി പറയില്ലേ, എന്താ അർത്ഥം? ചീമുട്ട എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ ബാഡ് ആപ്പിൾ മീൻസ് ഒറ്റ മോശം സ്വഭാവമുള്ള ആള് മതി, അവര് മതി അതിനെ നശിപ്പിക്കാൻ എന്നൊക്കെ പറഞ്ഞു. സോ ബാഡ് ആപ്പിൾ മീൻസ് എ പേഴ്സൺ, someone who causes all the trouble. അതാണ് ശരി, എഴുതാമെന്നാണ്. ആൻസർ ഇസ് എ ഷോട്ട് ഇൻ ദ ആം. ഷോട്ട് ഇൻ ദ ആം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഷോട്ട് ഇൻ ദ ആം, വാട്ട് ഇസ് ഷോട്ട് ഇൻ ദ ആം? നമ്മൾ എന്താ ഷോട്ട് ഇൻ ദ ആം എന്ന് പറഞ്ഞാൽ ഒരു ബൂസ്റ്റ് അല്ലെ, പുള്ളിയുടെ പ്രശംസ എന്നെ അങ്ങ് ബൂസ്റ്റ് ചെയ്തു. ഇറ്റ്സ് എൻ എൻകറേജ്മെന്റ്, എനിക്കൊരു എൻകറേജ്മെന്റ് ആയി അത് അല്ലെ, ബൂസ്റ്റായി അല്ലെങ്കിൽ എൻകറേജ്മെന്റ് ആയി. ഷോട്ട് ഇൻ ദ ആം എന്ന് പറഞ്ഞാൽ അല്ലെ, നമ്മുടെ കയ്യിൽ ഒരാൾ തട്ടിയിട്ടേ, ഇങ്ങനെ ആമിൽ തട്ടിയിട്ട് ആ കൊള്ളാടാ മോനെ, ദാറ്റ് ഇസ് ഇറ്റ്. ഒരു ബൂസ്റ്റ് ആയി അല്ലെങ്കിൽ ഒരു എൻകറേജ്മെന്റ് ആയി, ദാറ്റ് ഇസ് വാട്ട് ഷോട്ട് ഇൻ ദ ആം മീൻസ് കേട്ടോ. അതാണ് ഷോട്ട് ഇൻ ദ ആം, എൻകറേജ്മെന്റ് അല്ലെങ്കിൽ ബൂസ്റ്റ്. ഇനി എന്താണ് cat wings? 40 wings. 40 wings means a cat nap അല്ലെ, നമ്മളിങ്ങനെ ഒരു ചെറിയൊരു നാപ്പ് എടുക്കില്ല കാറ്റിന്, പൂച്ചമയക്കം, ദാറ്റ് ഇസ് കാറ്റ് നാപ്പ്. അതിനാണ് 40 wings എന്ന് പറയാം. ഇനി ഓക്കെ അടുത്ത എന്താണ്? യെസ്, സീറോ ടോളറൻസ് മീൻസ് നോ, ഒരു അവിടെ ഇതാക്കാൻ ഒരു ചാൻസും ഇല്ല. സീറോ ടോളറൻസ് പോളിസി എന്ന് പറഞ്ഞാൽ നോ പ്രൊവിഷൻ ഫോർ എനി എന്താ പറയാ നെഗ്ലക്റ്റോ അല്ലെ വയലേഷൻ ഓഫ് ലോ. സീറോ ടോളറൻസ് പോളിസി എന്ന് പറഞ്ഞാൽ നമ്മൾ പറയില്ലേ, റാഗിങ്ങിന് ഇവിടെ സീറോ ടോളറൻസ് ആണ്. മീൻസ് റാഗിങ് ഇവിടെ നിയമവിരുദ്ധമാണ്, അതിന് ഒരു കാരണവശാലും സംഭവിക്കത്തില്ല. സിമിലർലി നമ്മൾ ഓരോ കാര്യങ്ങൾ പറയില്ലേ, ഇതിന്റെ സീറോ ടോളറൻസ് പോളിസിയാണ്, അത്ര ക്രിട്ടിക്കലാണ്, ഉറപ്പായിട്ടില്ലെങ്കിൽ നിയമപരമായിട്ട് ഇറ്റ്സ് അഗൈൻസ്റ്റ് ലോ, അല്ലെങ്കിൽ അതുകൊണ്ട് അതവിടെ വി ആർ നോട്ട് ഗോയിങ് ടു ടോളറേറ്റ് ഇറ്റ്. സീറോ ടോളറൻസ് ഇല്ല, അതിനെ ടോളറേറ്റ് ചെയ്യില്ല, അതിവിടെ ടോളറേറ്റ് ചെയ്താൽ അനുവദിക്കില്ല, ദാറ്റ്സ് വാട്ട് ഇറ്റ് ഇസ്. അല്ലെങ്കിൽ അത് നിയമത്തിനെതിരെ പോകും. സോ ദർ ഇസ് നോ പ്രൊവിഷൻ അല്ല, ദാറ്റ് മീൻസ് no provision for any violation of law. ഇത് violation of law ആണ്, that is zero tolerance. ഇനി ബാഡ് ആപ്പിൾ ഞാൻ നേരത്തെ പറഞ്ഞു, ബാഡ് ആപ്പിൾ മീൻസ് എ പേഴ്സൺ ഹു is creating lot of problems അല്ലെ, one that creates, one that causes, കാരണമാകുന്ന ഒരു പ്രോബ്ലംസ് കോസ് ചെയ്യുന്ന ആളെയാണ്
ബാഡ് ആപ്പിൾ എന്ന് പറഞ്ഞു. ഒന്ന് മതി പ്രശ്നം ഉണ്ടാക്കാൻ. ഒരാൾ പ്രശ്നം ഉണ്ടാക്കിയാൽ മതിയല്ലോ മൊത്തത്തിൽ പേര് പോകാൻ. ഞങ്ങൾക്ക് പറയില്ല ആ സാധനം കേട്ടോ. അതാണേ, മറക്കണ്ട. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇസ് select the most appropriate meaning of the given idiom crocodile tears. നിങ്ങൾക്കറിയാം, hopeless situation, totally different, false tears, of less worth. എന്താ crocodile tears? മലയാളത്തിൽ പറയും മുതലക്കണ്ണീര്. നിന്റെ മുതലക്കണ്ണീരൊന്നും കണ്ടിട്ട് ഞാൻ വീഴില്ല എന്ന് പറയില്ലേ. പിന്നെ ഒരു കാര്യം അത് പറഞ്ഞപ്പോൾ ഓർത്തെ, ഇതൂടെ എന്നോട് നമുക്ക് ആഡ് ചെയ്യണേ. ദാറ്റ് ഈസ് a bad apple, അല്ല a bad egg. ബാഡ് ആപ്പിൾ വേറെ, ബാഡ് എഗ് വേറെ, രണ്ടാട്ടോ. ഞാനത് നേരത്തെ പറഞ്ഞപ്പോൾ ഞങ്ങളോട് മീനിങ് പറയാൻ ഓർത്ത് വിട്ടുപോയി. യെസ്. സോ എ ബാഡ് എഗ് മീൻസ് ഡിസോണസ്റ്റ് പേഴ്സൺ. ബാഡ് എഗ് ആണെന്ന് പറഞ്ഞാൽ അവനെ നമ്പാൻ കൊള്ളത്തില്ല. ഹീസ് എ ഡിസോണസ്റ്റ് പേഴ്സൺ. അവൻ ചതിയനാണ്. അല്ലെ, ചതിയൻ ചന്തു. എ ബാഡ് എഗ്, എ ഡിസോണസ്റ്റ് പേഴ്സൺ എന്നാണ്. ബാഡ് ആപ്പിൾ പ്രശ്നം ഉണ്ടാക്കുന്ന ആളാണ്, പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്ന ആളാണ്. ബാഡ് എഗ് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, അയാളെ വിശ്വസിക്കാൻ കൊള്ളത്തില്ല. ഓക്കെ, ദാറ്റ്സ് ഇറ്റ് കേട്ടോ. ഓർത്ത് വെച്ചോളൂ. രണ്ട് ഇഡിയമാണ്. ദാറ്റ്സ് ഇറ്റ്. ഒന്ന് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ക്രോക്കഡൈൽ ടിയേഴ്സ് നിങ്ങൾക്ക് അറിയാം, അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് ഇത് പറഞ്ഞത്. ക്രോക്കഡൈൽ ടിയേഴ്സ്. ക്രോക്കഡൈൽ ടിയേഴ്സ് എന്ന് മുതലക്കണ്ണീര് അല്ലേ. നിന്റെ മുതലക്കണ്ണീരൊന്നും കണ്ട് ഞാൻ മയങ്ങൂല. ദാറ്റ് മീൻസ് ഫോൾസ് ടിയേഴ്സ്, കള്ളക്കണ്ണീര്. ദാറ്റ് ഈസ് മുതലക്കണ്ണീര് അല്ലേ. ഫോൾസ് ടിയേഴ്സിനെയാണ് നമ്മൾ എന്താ പറയുക, ക്രോക്കഡൈൽ ടിയേഴ്സ് എന്ന് പറയാം അല്ലേ. അറിയാം. സോ അതിൽ വലിയ ഡൗട്ടൊന്നും ഇല്ലെന്ന് എനിക്ക് തോന്നുന്നു. And we go to the next question. Select the most appropriate meaning of the given idiom. Chew the scenery. To beautify, to understate, to mismanage, to act overly emotional. എന്താണ് chew the scenery എന്ന് പറഞ്ഞാൽ? chew, ചവയ്ക്കുക. chew the scenery. To beautify, beautiful ആക്കുക. beautify ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ചുകൂടി ഭംഗിയാക്കുക. to understate ചെയ്യുക. understate ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മളൊരു കാര്യത്തിന് വേണ്ട പ്രാധാന്യം കൊടുക്കാതെ അതിനെ പ്രാധാന്യം കുറച്ച് കാണിക്കുക. അതിനെയാണ് അണ്ടർസ്റ്റേറ്റ് ചെയ്യുക. നമ്മൾ ഒരു കാര്യത്തിന് അണ്ടർസ്റ്റേറ്റ് ചെയ്യുമ്പോൾ ഓവർസ്റ്റേറ്റ് ചെയ്യാൻ പറയും. ഓവർസ്റ്റേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഉള്ളതിനേക്കാളും പൊക്കി പറയും. കുറച്ചുകൂടെ എടാ അത് സൂപ്പറാന്നുള്ള രീതിയിൽ പറയില്ലേ. അണ്ടർസ്റ്റേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ അതിനെ ഉള്ളതിൻ്റെ പ്രാധാന്യം പോലും കൊടുക്കാതെ പറയാണ്. മിസ്മാനേജ് ഹാൻഡിൽ ഇൻ എ വെരി ക്ലംസി വേ, അല്ലെങ്കിൽ ഒരു എന്താ പറയുക നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യാതിരിക്കുക. ദാറ്റ് ഇസ് മിസ്മാനേജ്. ആൻഡ് ആക്ട് ഓവർലി ഇമോഷണൽ. ആകെപ്പാടെ ഇമോഷണൽ ആവുക അല്ലേ. ഏതായിരിക്കും? ടെൽ മീ ദാറ്റ്. chew the scenery. പറയൂ. കേട്ടുണ്ടോ chew the scenery എവിടെയും? അർത്ഥം ഇതാണ്, ആക്ട് ഓവർലി ഇമോഷണൽ. ആകെപ്പാടല്ലേ ഇമോഷണലായി ഓവറാക്കി ചളാക്കുക. അതാണ് chew the scenery എന്ന് പറയുന്നത്. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. അടുത്ത് നോക്കാം. വിച്ച് ഫ്രേസ് മീൻസ് ടു റിമെയിൻ ന്യൂട്രൽ ഓർ ടു റിഫ്യൂസ് ടു ടേക്ക് സൈഡ്സ് ഇൻ എ ഡിസ്പ്യൂട്ട്. നമ്മൾ ഈ പറയില്ലേ, റഷ്യ ഉക്രൈൻ വിവാദം വന്ന സമയത്ത് ഇന്ത്യ വാസ് റിമെയിനിങ് ന്യൂട്രൽ, ഇന്ത്യ റിമെയിൻ ന്യൂട്രൽ ഓർ ഇന്ത്യ റിഫ്യൂസ് ടു ടേക്ക് സൈഡ്സ്. റഷ്യയുടെ കൂടെ ഉക്രൈൻ്റെ കൂടെ നിന്നില്ല. കാരണം റഷ്യയുടെ കൂടെ നിന്നാലും പണിയാവും, പക്ഷെ റഷ്യനെ മടക്കാൻ പറ്റില്ല. ഉക്രൈൻ്റെ കൂടെ നിൽക്കാൻ പറ്റുമോ? അതുമില്ല. അങ്ങനെ. സോ സെയിം. അതിൻ്റെ അർത്ഥം, അതിൻ്റെ മീനിങ് വരുന്ന ഇഡിയം ഏതാ? At 6s and 7s, sitting on the fence, go to dogs, Herculean task. At 6s and 7s, sitting on the fence, go to dogs, Herculean task. എല്ലാം എന്താണ്? എല്ലാം നമ്മുടെ ഇഡിയംസ് ആണ്. സോ give meaning.
സിറ്റിംഗ് ഓൺ ദ ഫെൻസ് ആണ് അല്ലേ? അവിടെ ഇവിടെ നിൽക്കാതെ നമ്മൾ രണ്ടിടത്ത് സൈഡ് പിടിക്കാതിരിക്കുന്നതിന് സിറ്റിംഗ് ഓൺ ദ ഫെൻസ് എന്ന് പറയും. പിന്നെ സിറ്റ് ഓൺ ദ ഫെൻസ് കേട്ടോ, അതാണ് സിറ്റിംഗ് ഓൺ ദ ഫെൻസ്. ഇവിടുത്തെ ആ അവസ്ഥയ്ക്ക് പറഞ്ഞുകൊണ്ട് നമ്മൾ ജെറണ്ടിൽ കൊടുത്തത് മാത്രമേ. ഇനി അറ്റ് സിക്സസ് ആൻഡ് സെവൻസ് എന്ന് പറഞ്ഞാൽ അർത്ഥം, അറ്റ് സിക്സസ് ആൻഡ് സെവൻസ് പറഞ്ഞാൽ കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുക, ആകപ്പാടെ ബി കൺഫ്യൂസ്ഡ് അല്ലേ, ബി കൺഫ്യൂസ്ഡ്, അതിനാണ് അറ്റ് സിക്സസ് ആൻഡ് സെവൻസ് എന്ന് പറയാം. അറ്റ് ദ സെയിം ടൈം ഗോ ടു ഡോഗ്സ് എന്ന് പറഞ്ഞാൽ ഒരു കാര്യം ബി റൂയിൻഡ്, ഒരു കാര്യം നാശാവുക, നശിച്ചു പോവുക. ബി ഡിസ്ട്രോയിഡ്, ബി റൂയിൻഡ്, ബി ഡിമോളിഷ്ഡ് അല്ലേ, ആകെപ്പാടങ്ങ് ഇതാക്കുക. ഓർ ഇൻ എ വേഴ്സ് കണ്ടീഷൻ, വളരെ മോശപ്പെട്ട ഒരവസ്ഥയിലായി തീരുക. അതിനാണ് നമ്മൾ ഗോ ടു ഡോഗ്സ് പറയാം. ഹെർക്കുലിയൻ ടാസ്ക് അറിയില്ല, നമ്മൾ പറയില്ല അയ്യോ ഇത് ബാലിയേറ മലയാണ് എന്ന് പറയും. ദാറ്റ് മീൻസ് ഹെർക്കുലിയൻ ടാസ്ക് പറഞ്ഞാൽ ചാലഞ്ചിങ് ടാസ്ക് ആണ് അല്ലേ, വളരെ ചാലഞ്ചിങ് ടാസ്ക്, ഭയങ്കര പാടുപെട്ട പണിയാണ് അല്ലേ. അതിനാണ് നമ്മൾ എന്താ പറയുക ഹെർക്കുലിയൻ ടാസ്ക് എന്ന് പറഞ്ഞാൽ. നമ്മുടെ നാട്ടിൽ എന്താ പറയുക, നമ്മുടെ ഹനുമാനാണോ എന്താ മറ്റേ എന്ത് പൂവാ സീതയ്ക്ക് വേണ്ടി കൊണ്ട് കൊടുത്തേ, ഹനുമാൻ സീതയ്ക്കല്ലല്ലോ, എന്തോ ആരോ ഒരു പൂ കൊണ്ട് കൊടുക്കാനെങ്ങാണ്ട് പോയൊരു കഥ ഇല്ലേ, എനിക്ക് ഡൗട്ട്, ഇനി മഹാഭാരതമാണോ രാമായണമാണോ ആകപ്പാട് കൊള്ളാവും, അതുകൊണ്ട് വേണ്ട, മനസ്സിലായില്ല ആ സാധനം. അതുപോലെ ഹെർക്കുലിയൻ ടാസ്ക് എന്ന് പറഞ്ഞാൽ ഹെർക്കുലീസിനെ പറ്റി പറഞ്ഞു. ഹെർക്കുലിസ് പണ്ടെന്തോ സാധനം കൊണ്ട് കൊടുത്ത കഥയോ കണ്ട്, ഹെർക്കുലിസ് തീ എടുക്കാൻ പോയതോ അങ്ങനെ കണ്ട ഒരു കഥയാണെന്ന് തോന്നുന്നു എൻ്റെ ഐഡിയ. ലൈറ്റ് ഇല്ലായിരുന്നപ്പോൾ ഭൂമിയിലോട്ട് വന്നു, അങ്ങനെ കണ്ട കഥയുണ്ട്. സോ ഇറ്റ്സ് എ ചാലഞ്ചിങ് ടാസ്ക്, ഭയങ്കര പാടുപെട്ട, ഇറ്റ്സ് റിയലി നിയർലി ഇമ്പോസിബിൾ എന്ന് നമ്മൾ പറയും. അതിനെയാണ് ഹെർക്കുലിയൻ ടാസ്ക് എന്ന് പറയുന്നത്. സോ ഇങ്ങനത്തെ ഇഡിയംസിൻ്റെ മീനിങ് ഓർത്ത് വെച്ചോണ്ട്, ബിക്കോസ് അത് കണക്ട് ചെയ്ത് ചോദിക്കാം, മീനിങ് തന്നിട്ട് ചോദിക്കാം. ആൻഡ് നെക്സ്റ്റ് വൺ ഇസ് വീണ്ടും ഇത് നിങ്ങൾക്ക് അറിയാം അല്ലേ, അറ്റ് സിക്സസ് ആൻഡ് സെവൻസ് സെയിം ക്വസ്റ്റൻ ആയിപ്പോയി. ആംഗ്രി, കൺഫ്യൂസ്ഡ്, ഡിഫിക്കൾട്ട്, ഇൻ എ ഹറി, സർപ്രൈസ്ഡ്. എന്താണ് അറ്റ് സിക്സസ് ആൻഡ് സെവൻസ്? ഇങ്ങനെ ചോദിച്ചു ചോദിച്ചാൽ വാട്ട് യു വിൽ യു ഡു? കല്യാണ സൗഗന്ധിക പൂ എനിക്കൊരു ഓർമ്മയുണ്ട്, പക്ഷെ എന്താ സാധനം എനിക്ക് വലിയ ആരാ പോയെന്നൊരു ഓർമ്മ അല്ലേ, ഹനുമാൻ തന്നെയാണ് അല്ലേ. പിന്നെ എനിക്ക് ഭീമനാണെന്നൊരു ഡൗട്ട് വന്നു, അപ്പോൾ അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് കയറിയിട്ട് മഹാഭാരതമാണോ രാമായണം എന്നൊക്കെ ചിന്തിച്ചേ. എനിക്കൊരു ഡൗട്ട്, എനിക്കറിയില്ല അങ്ങനൊരു ഡൗട്ട് വന്നു, ഭീമനാണോ ഇനി അറിയില്ല. ഓക്കെ, അങ്ങനെ ഒരു ഡൗട്ട്. എനിവേസ് യു നോ, കല്യാണ സൗഗന്ധികം പറിക്കാൻ പോയ കഥ. അതുപോലെ നമ്മുടെ നാട്ടിലുള്ള പോലെ മറ്റേ റോമൻ മിത്തോളജിയിൽ, ഹെർക്കുലിസ് റോമൻ മിത്തോളജിയിലും ഇതുപോലെ കഥയുണ്ട്, നമ്മുടെ നാട്ടിലെ മിത്തോളജി പോലെ കേട്ടോ. അതുപോലെ ഹിന്ദു മിത്തോളജിയിൽ ഭീമനാ അല്ലേ, ഓക്കെ. എനിക്കൊരു ഡൗട്ട്, അങ്ങനെ. അപ്പോൾ ആരാണെങ്കിലും നിങ്ങൾക്ക് ഐഡിയ ക്ലിയർ ആയില്ലേ? സോ അറ്റ് സിക്സസ് ആൻഡ് സെവൻസ് അറിയാലോ, ബി അല്ലേ, അവിടെ ഭീമനാണോ അതോ ഇതാണോ ആരോ ആണ്. സോ കൺഫ്യൂസ്ഡ് അല്ലേ, നമ്മളതേ പറഞ്ഞ സാധനം, അതിൽ വേറെ ഡൗട്ടൊന്നുമില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മോസ്റ്റ് അപ്രോപ്രിയറ്റ് മീനിങ് ഓഫ് ദി ഗിവൺ ഇഡിയം ടു പ്ലേ ഡക്സ് ആൻഡ് ഡ്രേക്സ്. എന്താ ഡക്സ് ആൻഡ് ഡ്രേക്സ് അറിയോ? ഡക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെൺതാറാവ്, ഡ്രേക്ക് ഡക്കിന്റെ മസ്കുലിൻ വേർഷൻ ആട്ടോ, ഡക്ക് ഡ്രേക്ക് ഓർത്ത് വെച്ചോണം, അത് ഓർക്കാം. ഇത് ഫെമിനിൻ ആണ്, സ്ത്രീലിംഗം, പുല്ലിംഗമാണ്, ഡ്രേക്സ് മസ്കുലിൻ. അല്ല, ഇത് നമുക്ക് ആവശ്യമില്ല, വൊക്കാബുലറി സമയത്ത് നമ്മളോട് അല്ലേ ചോദിക്കാം. സോ ബിഹേവ് റെക്ലെസ്ലി, ചേഞ്ച് പ്ലേസസ്, ടു ബി ഫ്രണ്ട്ലി, ടു ആക്ട് ക്ലെവർലി. എന്താണ് ടു പ്ലേ ഡക്സ് ആൻഡ് ഡ്രേക്സ്? ഒരു കാര്യം വിട്ടു, ഞാൻ ജസ്റ്റ് ഒരു കാര്യം വിട്ടു. എന്നാ അറിയാം, അറ്റ് സിക്സ് ആൻഡ് സെവൻസിനെ പറ്റി അതേപോലത്തെ ഒരു ഇഡിയം കൂടെ പറഞ്ഞുതരാം. ദാറ്റ് ഇസ് അറ്റ് സീ. അറ്റ് സിക്സസ് ആൻഡ് സെവൻ പോലെ അറ്റ് സീ. അറ്റ് സീ എന്ന് പറഞ്ഞത് in a confused situation അല്ലേ, in a difficult position, at sea. അതും സിമിലർ ആയിട്ടുള്ള ഇഡിയമാണ് അറ്റ് സീ. അത് ഞാൻ വിട്ടു പറയാം. അറ്റ് സീ അല്ലെങ്കിൽ അറ്റ് സിക്സ് ആൻഡ് സെവൻ, സിമിലർ മീനിങ്. ലൈക്ക് നമ്മൾ ലെറ്റ് ദ ക്യാറ്റ് ഔട്ട് ഓഫ് ദ ബാഗ് പോലെ തന്നെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ സ്പിൽ ദ ബീൻസ്. സിമിലർലി അറ്റ് സിക്സ് ആൻഡ് സെവൻസിൻ്റെ അതേ മീനിങ് ആണ് അറ്റ് സീ. ഓക്കെ, അടുത്ത് ടു പ്ലേ ഡക്സ് ആൻഡ് ഡ്രേക്സ് പറയും.
ടു ബിഹേവ് റെക്ലെസ്ലി അല്ലെ, എന്താ റെക്ലെസ് ആയിട്ട് ബിഹേവ് ചെയ്യാന്ന് പറഞ്ഞാൽ റെക്ലെസ് ഡ്രൈവിംഗ് പറയില്ലേ. ടു ഹാൻഡിൽ സംതിങ്, അതിനർത്ഥം ഹാൻഡിൽ സംതിങ് കെയർലെസ്ലി, ഒരു കാര്യം അശ്രദ്ധയോടെ ഹാൻഡിൽ ചെയ്യുക, മിസ് ഹാൻഡിൽ ചെയ്യുക, അല്ലെങ്കിൽ റെക്ലെസ് ആയിട്ട് ബിഹേവ് ചെയ്യുക, അതിനൊക്കെ നമുക്ക് എന്ത് പറയാം, നമ്മുടെ പ്ലേ ഡ്രഗ്സ് ആൻഡ് ട്രിക്സ് പറയാം കേട്ടോ. അതിനാണ് നമ്മൾ പറയുക ടു പ്ലേ ഡക്സ് ആൻഡ് ട്രിക്സ് എന്ന് പറഞ്ഞാൽ ടു ബിഹേവ് റെക്ലെസ്ലി അല്ലെങ്കിൽ ടു ഹാൻഡിൽ സംതിങ് കെയർലെസ്ലി കേട്ടോ. അതാണ് അടുത്ത. അറ്റ് ഡാഗേഴ്സ് ഡ്രോൺ. ഡാഗേഴ്സ് അറിയാലോ, കടാരയ്ക്കാണ് ഡാഗർ. അറ്റ് ഡാഗേഴ്സ് ഡ്രോൺ, ഡിസീവിങ് സംബഡി വിതൗട്ട് ഹോപ്പ്, ഫ്രണ്ട്ലി വിത്ത് ഈച്ച് അതർ, ബിറ്റർലി ഹോസ്റ്റൈൽ. എന്താണ് അറ്റ് ഡാഗേഴ്സ് ഡ്രോൺ എന്ന് പറഞ്ഞാൽ? ചോദിച്ചിട്ടുണ്ട്, നേരത്തെ ചോദിച്ചിട്ടുള്ള ഇഡിയമാണേ. അറ്റ് ഡാഗേഴ്സ് ഡ്രോൺ. നോക്കിയ സെനൻസ്. സിൻസ് ദാറ്റ് ഇൻസിഡന്റ് അറ്റ് ദ പാർട്ടി എ ഫ്യൂ മന്ത്സ് അഗോ. കുറച്ച് മാസങ്ങൾക്ക് മുമ്പുള്ള ഇൻസിഡന്റ് അല്ല, പാർട്ടിയിൽ നടന്ന ഇൻസിഡൻസിന് മുതൽ, ആ സംഭവം മുതൽ, they have been at daggers drawn to each other. എന്തായിരിക്കും മീനിങ് വരിക? ഒരു സെന്റൻസ് എക്സാമ്പിൾ വന്നാൽ നിങ്ങൾക്ക് എങ്ങനെയായിരിക്കും മീനിങ് ആണെന്ന് നോക്കിയേ. Can you identify that? Can you see that? അതിന്റെ മീനിങ് നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ? നോക്കിക്കേ, സെന്റൻസ് ഇപ്പോൾ ക്ലിയർ ആയിട്ട് കാണത്തില്ലേ? സിൻസ് ദാറ്റ് ഇൻസിഡന്റ് അറ്റ് ദ പാർട്ടി എ ഫ്യൂ മന്ത്സ് അഗോ ദേ ഹാവ് ബീൻ അറ്റ് ഡാഗേഴ്സ് ഡ്രോൺ ടു ഈച്ച് അതർ. എന്താ അതിന്റെ മീനിങ് വരിക? ഡിസീവിങ് സംബഡി ആണോ, വിത്തൗട്ട് ഹോപ്പ് ആണോ, അതോ ബി ഫ്രണ്ട്ലി വിത്ത് ഈച്ച് അതർ ആണോ, അതോ ബിറ്റർലി ഹോസ്റ്റൈൽ ആണോ? എന്തായിരിക്കും ഡാഗേഴ്സ്? ഡാഗേഴ്സ് മീൻസ് കടാര കേട്ടോ. ഡാഗർ മീൻസ് കടാര. അപ്പൊ ഡാഗേഴ്സ് ഡ്രോൺ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അർത്ഥം വരിക എന്ന് ആലോചിച്ച് നോക്കൂ. ആ, പരസ്പരം കണ്ട കടാര എറിയും. ദാറ്റ് മീൻസ് അല്ലേ, നമ്മൾ മലയാളത്തിലൊരു ഇത് പറയൂലോ, അത് നേരെ കണ്ട എന്താ വടിവാളെടുക്കും അങ്ങനെയൊക്കെ പറയില്ലോ, എന്തോ അങ്ങനെയൊക്കെ വർത്താനം പറയും. എന്താ ആയുധം എടുക്കും, അങ്ങനെ എന്തോ അല്ലേ, അങ്ങനെയുള്ള എന്താ അർത്ഥം? മീൻസ് അത്രമാത്രം ശത്രുതയിലാണ് അവർ. ദാറ്റ് ഈസ് അറ്റ് ഡാഗേഴ്സ് ഡ്രോൺ. മറക്കണ്ട കേട്ടോ. ഈ ഒരു നോക്കണം ഇങ്ങനെ. സിൻസ് ദാറ്റ് ഇൻസിഡന്റ് ദ പാർട്ടി എ ഫ്യൂ മന്ത്സ് അഗോ ദേ ഹാവ് ബീൻ ബിറ്റർലി ഹോസ്റ്റൈൽ ടു ഈച്ച് അതർ. സിമിലർലി ഇത് കേട്ടോ. നെക്സ്റ്റ് വൺ, cost an arm and a leg. Cost an arm and a leg. എന്താണ് cost an arm and a leg എന്ന് പറഞ്ഞാൽ? Easy to obtain, rarely available, nothing to lose, very expensive. എന്താണ് cost an arm and a leg എന്ന് പറഞ്ഞാൽ? കോസ്റ്റിന്റെ പാസ്റ്റ് ടെൻസ് കോസ്റ്റ് തന്നെ കേട്ടോ. സിംഗുലർ ആണെങ്കിൽ മാത്രമേ നമ്മൾ എസ് ഇട്ട് കൊടുക്കുള്ളേ. നോക്കി പറയൂ, എന്താ ഇവിടെ കൊടുത്തേക്കുന്നത്? ഹിസ് കാർ കോസ്റ്റ് an arm and a leg. ഈസി ടു ഒബ്റ്റെയിൻ, എളുപ്പത്തിൽ കിട്ടി.
റയർലി അവൈലബിൾ ആണ്, അല്ലെങ്കിൽ നത്തിങ് ടു ലൂസ്, പ്രത്യേകിച്ച് ഒന്നും ലൂസ് ചെയ്യാനില്ല, വെരി എക്സ്പെൻസീവ്. കോസ്റ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ തന്നെ നമുക്കത് എത്ര രൂപയായി എന്നാണ് നമ്മൾ ചിന്തിക്കുക, കോസ്റ്റ് ചെയ്യുക. സോ അങ്ങനത്തെ ഒരു മീനിങ് ആലോചിക്കുക. കോസ്റ്റ് ആൻഡ് ആം ആൻഡ് ലെഗ് എന്ന് പറഞ്ഞാൽ അല്ലേ, അത് വളരെ നമ്മൾ പറയില്ലേ, അതൊക്കെ മേടിക്കണമെങ്കിൽ എൻ്റെ ഇത് കൊടുക്കണം, നമ്മൾ എൻ്റെ കിഡ്നി കൊടുക്കണം എന്ന് പറയില്ല നമ്മൾ. അപ്പോൾ കൈയും കാലും മുറിച്ച് കൊടുക്കേണ്ടി വരും, അത്ര എക്സ്പെൻസീവ് ആണ് സാധനം, അത് പറയില്ലേ, ആ ഒരു മീനിങ് ആണേ. അപ്പോൾ ആലോചിച്ച് നോക്കുക, ഇവിടെ ഇതേ മീനിങ് സിമിലർ മീനിങ് വരുന്ന വേറെ സാധനമുണ്ട്. എ വൈറ്റ് എലഫന്റ്, കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. എ വൈറ്റ് എലഫന്റ്, എന്താ വൈറ്റ് എലഫന്റ് എന്ന് പറഞ്ഞാൽ? വൈറ്റ് എലഫന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ റെയറാ സാധനം. വൈറ്റ് എലഫന്റ് ഐരാവതമാണ് അല്ല, ഐരാവതം നമ്മൾ പറയും ഇന്ദ്രന്റെ വാഹനത്തിനെ നമ്മൾ ഐരാവതം അല്ലെങ്കിൽ വൈറ്റ് എലഫന്റ് എന്ന് പറയാം. ആൻഡ് വൈറ്റ് എലഫന്റ് ഇസ് കൺസിഡേർഡ് ടു ബി, എന്തായിട്ടാണ് പറയുന്നത്, എക്സ്പെൻസീവ് ആണ് പക്ഷെ യൂസ്ലെസ് പൊസിഷൻ ആണ്. ആൻഡ് എക്സ്പെൻസീവ് ബട്ട് യൂസ്ലെസ്, എക്സ്പെൻസീവ് ആണ് ബട്ട് യൂസ്ലെസ് പൊസഷനുമാണ്. അതുകൊണ്ട് നമുക്ക് ഉപയോഗം ഉണ്ടോ സാധനം? ഇല്ല അല്ലേ. ഒരു വെള്ള ആനയെ കൊണ്ട് നമുക്ക് എന്തൊരു ഉപയോഗം ഉണ്ടോ? ഇല്ല. ചില സാധനം മേടിച്ചിട്ട് വെറുതെ വീട്ടിൽ ഉപയോഗിക്കാതെ പൈസ കൊടുത്ത്, ഒരുപാട് പൈസ കൊടുത്ത് മേടിച്ചിട്ട് വീട്ടിൽ വെറുതെ കിടക്കുക. ദാറ്റ് മീൻസ് ദിസ് ഇസ് എ വൈറ്റ് എലഫന്റ് എന്ന് പറയാം നമുക്ക്. അങ്ങനെ ഒരു സാധനമാണ് വീട്ടിൽ കിടക്കുന്നെങ്കിൽ നമുക്ക് ചൂണ്ടിക്കാണിച്ച് പറയാം ദിസ് ഇസ് എ വൈറ്റ് എലഫന്റ് എന്ന് നമുക്ക് പറയാം. ആൻ എക്സ്പെൻസീവ് ആൻഡ് യൂസ്ലെസ് പൊസഷൻ ആണ്, ഉപയോഗമില്ല, അതുകൊണ്ട് ഉപയോഗശൂന്യമാണ്, പ്രത്യേകിച്ച് അതിനെ കൊണ്ട് ഉപയോഗമില്ല. ബട്ട് കോസ്റ്റ് ആൻഡ് ആം ആൻഡ് ലെഗ് ഡസ് നോട്ട് മീൻ ദാറ്റ് ഇസ് യൂസ്ലെസ്. അതിന്റെ അർത്ഥം യൂസ്ലെസ് ആണെന്നില്ല, സിമിലർ മീനിങ് ഉണ്ടെന്നേ ഉള്ളൂ, പക്ഷെ എക്സാക്ട്ലി സെയിം അല്ല കേട്ടോ. കോസ്റ്റ് ആൻഡ് ആം ആൻഡ് ലെഗ് മീൻസ് വെരി എക്സ്പെൻസീവ്. അതുപോലെ വൈറ്റ് എലഫന്റ് വെരി എക്സ്പെൻസീവ് ആണ്, പക്ഷെ ആ പൊസിഷൻ കൊണ്ട് നമുക്ക് ഗുണമില്ല, ബിക്കോസ് ഇറ്റ് ഇസ് യൂസ്ലെസ് എനിമോർ അല്ലെ, ഇറ്റ്സ് യൂസ്ലെസ്, നമുക്കിനി അതുകൊണ്ട് കാര്യമില്ല. ഡിഫറൻസ് മനസ്സിലായി കാണുമല്ലോ. അപ്പം അങ്ങനെയുള്ള ചെറിയ ചെറിയ വേരിയേഷൻ വരുന്ന മീനിങ്ങുകളും വേരിയേഷൻ വരുന്ന ഇഡിയംസും കൂടെ ഇതിനോട് നോട്ട് ചെയ്ത് ഒരു ഇഡിയം എപ്പോഴും കണക്ട് ചെയ്ത് സെന്റൻസോട് കണക്ട് ചെയ്ത് പഠിക്കുക. അതുപോലെ അതിനോട് ചേർന്ന് നിന്ന് പോകുന്ന വേറെ ഇഡിയംസ് കൂടെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക, ബിക്കോസ് ദാറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂ ദാറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ യു കേട്ടോ. ഓക്കെ, സോ ദാറ്റ്സ് ക്ലിയർ ഐ ഗസ്. അപ്പം അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. And here we go with the next question, that is get out of hand. എന്താണ് get out of hand എന്ന് പറഞ്ഞാൽ? Get out of control, to complete a task, get upset, give up something. എന്താണ് get out of hand എന്ന് പറയാ? Okay. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ഗെറ്റ് ഓഫ് ദ ഹാൻഡിൽ, കയ്യിൽ നിന്ന് പോവുക, സിമിലർ സാധനം അല്ലെ. ഗെറ്റ് ഔട്ട് ഓഫ് ഹാൻഡ് എന്ന് പറഞ്ഞാൽ ഗെറ്റ് ഔട്ട് ഓഫ് കൺട്രോൾ, കയ്യിൽ നിന്ന് പോവുക, കൺട്രോൾ പോവുക. ഗെറ്റ് ഓഫ് ദ ഹാൻഡിൽ, സിമിലർ മീനിങ്, ഗെറ്റ് ഓഫ് ദ ഹാൻഡിൽ, കയ്യിൽ നിന്ന് പോവുക, സിമിലർ സാധനം കേട്ടോ, മറക്കല്ലേ. അതേ സാധനം ഹാൻഡിൽ, സോറി ഹാൻഡിൽ, അതേ സാധനമാണ് നമ്മുടെ ഗെറ്റ് ഔട്ട് ഓഫ് ഹാൻഡും ഗെറ്റ് ഓഫ് ദ ഹാൻഡിലും, കയ്യിൽ നിന്ന് പോവുക കേട്ടോ, സിമിലർ സാധനം. ഓക്കെ, മീനിങ് കറക്റ്റ്, ആൻസർ കറക്റ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, അണ്ടർലൈൻ ഇട്ടിട്ട് മീനിങ് പറയണം. ഓൾ ദ ടോക്ക് അബൌട്ട് ഹിസ് ഹ്യൂജ് മാൻഷൻ ആൻഡ് ഫ്ലറിഷിംഗ് ബിസിനസ് വാസ് ആൻ ഐ വാഷ്. എന്താണ് ആൻ ഐ വാഷ് എന്ന് പറഞ്ഞാൽ? A deception, a good offer, a pleasant news, a truth revealed. A pleasant news നമ്മൾ പറയില്ല, ന്യൂസിന് നമ്മൾ ഒരിക്കലും കൊടുക്കില്ല, കാര്യം ന്യൂസ് ഈസ് an uncountable. ഇത് noun ആണ്. ഇത് നേരത്തെ ചോദിച്ച ക്വസ്റ്റ്യൻ, പക്ഷെ ഗ്രാമാറ്റിക്കലി സ്ട്രോങ്, ഗ്രാമാറ്റിക്കൽ റോങ് ആണ്, നമ്മൾ ഗ്രാമർ അങ്ങ് തിരുത്തണം അല്ലേ. ദാറ്റ്സ് റോങ്. ന്യൂസ് നമ്മൾ ഒരിക്കലും കൊടുക്കില്ല കേട്ടോ. ആ ന്യൂസ് എന്ന് പറയുന്നത് ഐ ഹാവ് എ ന്യൂസിൽ ഐ ഹാവ് സം ഗുഡ് ന്യൂസ് എന്ന് പറയാം. അവിടെ എ കൊടുക്കാതെ വെറും ന്യൂസ് കൊടുത്തു, പ്ലസ് ന്യൂസ് കൊടുത്തു, അല്ലെങ്കിൽ സം കൊടുത്തു, കുഴപ്പമില്ല. പക്ഷെ എ കൊടുക്കുക, ദാറ്റ്സ് എ റോങ് യൂസേജ്. കാരണം ന്യൂസ്, അഡ്വൈസ്, ഇൻഫർമേഷൻ അങ്ങനെയുള്ളതൊക്കെ അൺകൗണ്ടബിൾ നൗൺ ആണ്. അൺകൗണ്ടബിൾ നൗൺ നമുക്ക് സിംഗുലർ ആക്കണമെങ്കിൽ എ പീസ് ഓഫ് പ്ലസ് ന്യൂസ് പറഞ്ഞോ, കറക്റ്റാ. എ പീസ് ഓഫ് പ്ലസ് ന്യൂസ്. അല്ലെങ്കിൽ പ്ലൂറൽ ആക്കണമെങ്കിൽ പീസസ് ഓഫ് ന്യൂസ് എന്ന് പറയാം. പീസ് നോർമലി പറയാം, നമ്മളെപ്പോഴും അതിനെ കട്ട് ചെയ്ത് പറയും പീസ് എന്ന് പറയാം. എ പീസ് ഓഫ് ഇൻഫർമേഷൻ, എ പീസ് ഓഫ് advice. Can I offer you a piece of advice എന്ന് പറയാം. Can I offer you a piece of advice? ഒരിക്കലും പറയില്ല can I offer you an advice പറയില്ല, that's a wrong usage. പീസിന് നമുക്ക് ഒരു പീസ് രണ്ട് പീസ് പറയാം അല്ലേ. അതുകൊണ്ടാണ് നമ്മളിപ്പോഴും ബ്രെഡിന് ഒരു ബ്രെഡ് അല്ല, ഒരു സ്ലൈസ് ഓഫ് ബ്രെഡ് പറയാം.
ഓരോ പീസ് ഓഫ് ബ്രെഡ് പറയാം. പീസ് ഓഫ് ബ്രെഡിനേക്കാളും ഏറ്റവും ബെസ്റ്റ് വേ ഈസ് സ്ലൈസ് ഓഫ് ബ്രെഡ് കേട്ടോ. മറക്കണ്ട. ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഓർമ്മിച്ചു. ഐ വാഷ് എന്ന് പറയാൻ എല്ലാം വെറും കള്ളത്തരമായിരുന്നു. എന്താ കള്ളത്തരം? പറ്റിക്കലായിരുന്നു. ഇതൊക്കെ വെറും തട്ടിപ്പായിരുന്നു. തട്ടിപ്പ്. ഡിസെപ്ഷൻ. ഐ വാഷ് മീൻസ് ഡിസെപ്ഷൻ കേട്ടോ. ഐ വാഷ് ഇസ് ഡിസെപ്ഷൻ. മറക്കണ്ട. ഡിസെപ്ഷൻ. അല്ലെങ്കിൽ അതേപോലെ തന്നെ നമുക്ക് ചോദിക്കാം മിസ്ലീഡിങ് ഇൻഫർമേഷൻ അല്ലെ. മിസ്ലീഡിങ് ഇൻഫർമേഷൻ പറയാ. അങ്ങനത്തെ എക്സാമിന് നമ്മുടെ ഓപ്ഷനിൽ ഇങ്ങനെ ഒരെണ്ണം കണ്ട മിസ്ലീഡിങ് ഡിസെപ്ഷൻ എന്നൊരു വാക്കില്ല, പക്ഷെ മിസ്ലീഡിങ് ഇൻഫർമേഷൻ ഉണ്ട്. സെയിം മീനിങ് ആണല്ലോ. ഓർത്ത് വെച്ചോളാം. അങ്ങനെയൊക്കെ കണ്ട ഓർത്ത് വെച്ചോളാം. അടുത്ത ക്വസ്റ്റ്യൻ. ഓൺ ദ ഫേസ് ഓഫ് ഇറ്റ് നത്തിങ് സീംസ് ടു ബി ഫിഷി അബൌട്ട് ദ മാറ്റർ. ഓൺ ദ ഫേസ് ഓഫ് ഇറ്റ്, ഫിഷി അറിയാലോ, സംശയം തോന്നുന്ന. ഓൺ ദ ഫേസ് ഓഫ് ഇറ്റ് അല്ലെ, സംതിങ് ഇസ് ഫിഷി എന്ന് പറഞ്ഞാൽ എന്തോ എനിക്കെന്തോ അല്ലെ, എന്തോ ചീഞ്ഞ് നാറുന്നുണ്ട് എന്ന് പറയില്ല, നമുക്കൊരു സംശയം തോന്നില്ലേ. യു ഫീൽ യു സ്മെൽ എ റാറ്റ് എന്ന് പറയും അല്ലെ. യു സംതിങ് സീം ഫിഷി എന്ന് പറഞ്ഞാൽ എന്നാ അർത്ഥം? സ്മെൽ എ റാറ്റ്. എൻ്റെ മീനിങ് വരുന്നൊരു സാധനമാണ് സീം സസ്പീഷ്യസ്. എന്നാണ് മീനിങ്. അതേ മീനിങ് വരുന്ന ഒരു വീഡിയോ എന്താണ്? സ്മെൽ എ റാറ്റ്. ഐ സ്മെൽ എ റാറ്റ്. എന്തോ ചീഞ്ഞ് നാറുന്നുണ്ട് എന്ന് പറയില്ലേ. സ്മെൽ എ റാറ്റ് ഓർ ബി ഫിഷി അബൌട്ട് സംതിങ് ഓർ സീം സസ്പീഷ്യസ് അബൌട്ട് സംതിങ് ഒക്കെ കേട്ടോ. അപ്പോൾ ഓൺ ദ ഫേസ് ഓഫ് ഇറ്റ്, നമ്മുടെ ഇഡിയം ഇവിടെ നമ്മൾ വരുന്ന എക്സ്പ്രഷൻ ഇസ് ഓൺ ദ ഫേസ് ഓഫ് ഇറ്റ്. എന്താണ് ഓൺ ദ ഫേസ് ഓഫ് ഇറ്റ്? ഫ്രം ഫേഷ്യൽ എക്സ്പ്രഷൻസ് വാട്ട് അപ്പിയേഴ്സ് ഓൺ ദ സർഫസ് ഇൻ കമ്പാരിസൺ ഓൺ ഡീപ്പർ സ്ക്രൂട്ടിനി. എന്താണ് ഓൺ ദ ഫേസ് ഓഫ് ഇറ്റ്? ഇവിടെ ഫിഷി എന്നാണ് മീനിങ് വരുന്നത്. സ്മെൽ എ റാറ്റ് എന്ന് പറയുന്ന അതേ ഇഡിയമാണ്. മീൻസ് സീം സസ്പീഷ്യസ് കേട്ടോ, സംശയം തോന്നിക്കുന്ന എന്നതാണ്. പക്ഷെ ഇവിടെ നമുക്ക് വേണ്ടത് ഈ പറയുന്ന ഓൺ ദ ഫേസ് ഓഫ് ഇറ്റ് ഇഡിയമാണ്. വാട്ട് ഇസ് ഇറ്റ്? എന്താണ് ഓൺ ദ ഫേസ് ഓഫ് ഇറ്റ്? ഓൺ ദ ഫേസ് ഓഫ് ഇറ്റ് അല്ലേ, നമ്മൾ പറയില്ലേ ഓൺ ദ ഫേസ് ഓഫ് ഇറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫേഷ്യൽ എക്സ്പ്രഷൻ എന്നാണോ? അല്ല. നമ്മൾ എന്താ പറയാ? ഓൺ ദ ഫേസ് ഓഫ് ഇറ്റ്, ഒരു കാര്യത്തോട് ഓൺ ദ ഫേസ് ഓഫ് ഇറ്റ് എന്ന് പറഞ്ഞാൽ പുറമേന്ന് നോക്കുമ്പോൾ അല്ലെ, വാട്ട് അപ്പിയേഴ്സ് ഓൺ ദ സർഫസ്. പുറമേ നോക്കുമ്പോൾ പ്രത്യേകിച്ച് ഒരു സംശയം തോന്നുന്നില്ല അല്ലെ. പുറമേ നോക്കുമ്പോൾ എനിക്കൊന്നും വലിയ വശപശക സംശയം തോന്നുന്ന സാധനം. പുറമേ നോക്കുമ്പോൾ തോന്നില്ല. ഓൺ ദ പെരിഫറി, പുറമേ നോക്കുമ്പോൾ ഓൺ ദ ഫേസ് ഓഫ് ഇറ്റ് മീൻസ് ഓൺ ദ പെരിഫറി, അല്ലെങ്കിൽ വാട്ട് അപ്പിയേഴ്സ് ഓൺ ദ സർഫസ്. സർഫസ് പുറത്ത് നോക്കുമ്പോൾ പ്രത്യേകിച്ച് ഒരു അങ്ങനെ ഒരു ഇതും തോന്നുന്നില്ല കേട്ടോ എന്ന് നമ്മൾ പറയില്ലേ. അതാണ് ഓൺ ദ ഫേസ് ഓഫ് ഇറ്റ് കേട്ടോ. ഓൺ ദ ഫേസ് ഓഫ് ഇറ്റ്, പുറമേ നോക്കുന്ന. അടുത്ത നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഓർ നെക്സ്റ്റ് ഇഡിയം. പെഡൽ വൺസ് ഓൺ കനോ. ടു പെഡൽ വൺസ് ഓൺ കനോ. പെഡൽ ചെയ്യാറില്ലേ? സൈക്കിളൊക്കെ നമ്മൾ പെഡൽ ചെയ്യും, തുഴയാ പറയും. തുഴയല്ല, കുട്ടികളൊക്കെ തുഴഞ്ഞു പോകുന്നത് പെഡൽ ചെയ്യുക, തുഴയാന്ന് നോർമലി പറയാം. സൈക്കിൾ നമ്മൾ പെഡൽ ചെയ്യാം. നമ്മൾ വഞ്ചിയൊക്കെ നമ്മൾ കൊട്ടവഞ്ചി അല്ല, കനു ഒക്കെ നമ്മൾ തുഴയാ പറയാം. സോ CANOE കനു ആണ്. കനു വഞ്ചി, കൊട്ടവഞ്ചി സാധനം ഉണ്ടാ പറയാം, കനു എന്ന് പറയാം. പെഡൽ ചെയ്യുക ഇങ്ങനെ നമ്മൾ തുഴയാണ് കേട്ടോ. ചവിട്ട തുഴയ അതൊക്കെ ഒരേ മീനിങ്ങാ. എസ്പെഷ്യലി കനു ഒക്കെ നമ്മൾ തുഴഞ്ഞു പോകുന്നതിനാണ് പെഡൽ ചെയ്യുക പറയാം കേട്ടെ. അപ്പോൾ പെഡൽ വൺസ് ഓൺ കനു എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ടു എക്സസൈസ് ഹാർഡ്, ടു ടേക്ക് റെസ്റ്റ്, ടു ഡിപ്പെൻഡ് ഓൺ വൺ സെൽഫ്, ടു ആക്ട് ഇൻ എ ചൈൽഡിഷ് വേ. എന്താണ് നമ്മൾ പെഡൽ വൺസ് ഓൺ എന്താ പറയാ കനു എന്ന് പറയാം? പെഡൽ വൺസ് ഓൺ കനു. ഓക്കെ, യെസ്. പെഡൽ വൺസ് ഓൺ കനു എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ. ടു ഡിപ്പെൻഡ് ഓൺ വൺ സെൽഫ് അല്ലെ, സ്വന്തം അല്ലെ. വൺസ് ഓൺ, അവിടെ മീനിങ് അപ്പൊ തന്നെ നമുക്ക് കിട്ടി. വൺസ് ഓൺ, അവനവന്റെ കനു അവനവൻ അല്ലെ ചെയ്യാന്ന്, നിന്റെ കാര്യം നീ തന്നെ ചെയ്യുന്നതല്ലേ. വൺസ് ഓൺ എന്ന് പറയുമ്പോൾ തന്നെ ഓർക്കുക അപ്പന അല്ലെ. അപ്പന മീൻസ് ഡിപ്പെൻഡ് ഓൺ വൺ സെൽഫ്, സ്വന്തമായിട്ട് ചെയ്യുക ഒരു കാര്യത്തിൽ, സ്വന്തമായിട്ട് റിലൈ ഓൺ യോർ സെൽഫ് അല്ലെ, സ്വന്തമായിട്ടൊരു കാര്യം ചെയ്യുക. ബി പ്രിപ്പയർഡ് ഫോർ ദാറ്റ്, അതിനുള്ള അർത്ഥത്തിനാണ് നമ്മൾ എന്താ പറയാ. സോ ഡിപ്പെൻഡ് ഓൺ യോർ സെൽഫ്, മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യാതെ സ്വന്തമായിട്ട് നമ്മളെ ഡിപ്പെൻഡ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ടു പെഡൽ വൺസ് ഓൺ കനു എന്ന് പറയാം. സോ ദാറ്റ്സ് ഇമ്പോർട്ടൻറ്റ്. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ എല്ലാവർക്കും? അപ്പൊ നമുക്ക് പയ്യെ വൈൻഡപ്പ് ചെയ്യാം, സമയമായി ഏകദേശം അല്ലേ? ഓക്കെ, ക്ലിയർ ആയി ഗസ്. ഓക്കെ.